ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായിട്ടുള്ള സ്വാഗതം. നമ്മൾ KSലെ ജിയോഗ്രഫിയുടെ ഒരു പഠനം ആരംഭിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഒരു യൂണിവേഴ്സൽ തലത്തിലുള്ള ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ രീതിയിൽ നമ്മൾ ബിഗ് ബാങ് തിയറിയെക്കുറിച്ചിട്ടുള്ള ആദ്യഘട്ടവും ബിഗ് ബാങ് തിയറിയെ പിന്താങ്ങുന്ന ഓൾസോ സയൻസ് ആൻഡ് ടെക്നോളജി തലത്തിൽ പലപ്പോഴും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഡോപ്ലർ എഫക്റ്റ്, റെഡ് ഷിഫ്റ്റ്, ഗ്രാവിറ്റേഷണൽ വേവുകൾ തുടങ്ങിയിട്ടുള്ള ചില കൺസെപ്റ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഗാലക്സികളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സ്റ്റാർസിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ എന്താണ്? വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്റ്റാർസിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയാം, പല ആളുകൾക്കും അറിയുമായിരിക്കും, ചിലപ്പോൾ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവ ഏതൊക്കെയാണ് ലൈഫ് സൈക്കിൾ, എങ്ങനെയാണ് അവ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നത്, അവസാനിക്കുന്നത് എങ്ങനെ എന്നീ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ജിയോഗ്രഫിയുടെ KSൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നോക്കൂ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ബിഗ് ബാങ് തിയറിക്ക് ശേഷം ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നും പിന്നീട് എന്ത് സംഭവിക്കുകയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ചിതറിപ്പോയി എന്ന് നമ്മൾ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ ആ ഒരു പൊട്ടിത്തെറിക്കലിന് ശേഷം ആ ഒരു പോയിന്റിൽ നിന്നാണ് പൊട്ടിത്തെറിക്കുന്നത് അല്ലേ. ഇമ്മൻസ് എമൗണ്ട് ഓഫ് മാസ് ആ ഒരു കുഞ്ഞു പോയിന്റിലേക്ക് ഇങ്ങനെ അമർത്തി പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ ഒരു വലിയ എമൗണ്ട് ഓഫ് മാറ്ററിൻ്റെയും എനർജിയുടെയും ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു കണക്കൊന്നുമില്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിച്ചത് കൊണ്ട് തന്നെ ഒരു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആൻഡ് എനർജിയാണ് ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? വളരെ അൺഈവൺ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആൻഡ് എനർജിയാണ് എവിടെ ഉണ്ടാകുന്നത്? ഈ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് കൂട്ടുകാർ ശ്രമിക്കുക. അപ്പോൾ എന്താണ് ഈ അൺഇവൺ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ അടിസ്ഥാനപരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാകും. അൺഇവൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും, മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും, മറ്റൊരു സ്ഥലത്ത് ചിലപ്പോൾ ഡെൻസിറ്റി കുറവായിരിക്കും. അതായത് ഡെൻസിറ്റി ഡിഫറൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡെൻസിറ്റി ഡിഫറൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഒരു സർട്ടൺ വോളിയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് ഭയങ്കര മാസ് ഉണ്ട്, മറ്റൊരു സ്ഥലത്ത് അത്രയും മാസ് ഇല്ല, മറ്റൊരു സ്ഥലത്ത് എല്ലാത്തിനേക്കാളും കൂടുതൽ മാസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽ ഓഫ് ഡെൻസിറ്റി കൂടുന്ന സമയത്ത് വളരെയധികം കൂടിയൊരു ആളുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആൾ എന്ത് ചെയ്യും? അതിന് ചുറ്റുമുള്ള വസ്തുക്കളെ മുഴുവൻ എന്ത് ചെയ്യും? അങ്ങോട്ട് വലിച്ചടുപ്പിക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകളും ഈ ഒരു ഡിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യും? മാറ്റമുള്ളതായിരിക്കും. അതോടുകൂടിയിട്ട് എന്തുണ്ടാവാൻ തുടങ്ങുകയാണ്? നോക്കൂ, ഇതാണ് യൂണിവേഴ്സ് അല്ലേ. യൂണിവേഴ്സിൻ്റെ ഉള്ളിൽ പല ഡെൻസിറ്റിയുള്ള പല ഭാഗങ്ങൾ ഉണ്ടായപ്പോൾ ഇങ്ങനെ കുറേ എന്തുണ്ടാവാനായിട്ട് തുടങ്ങി? ഒരു വലിയ പ്രദേശത്തെ നെബുലായിക് ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ നെബുല? പണ്ടത്തെ ആ പൊട്ടിത്തെറിക്ക് ശേഷം ദർ വാസ് എൻ അക്യുമുലേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലൗഡ്. ഹൈഡ്രജൻ വാതകമാണ് പ്രധാനമായിട്ടുള്ളത്, പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും മറ്റ് ഗ്യാസുകളൊക്കെയാണുള്ളത്. അപ്പോൾ ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു വലിയ മേഘം നിങ്ങൾ വിചാരിക്കുക. ഒരു വലിയ മേഘം എന്ന് വിചാരിക്കൂ. അതിലെ പാർട്ടിക്കിൾസ് മൊത്തം ഇവരാണ്. ഇതിനെയാണ് നെബുല എന്ന് വിളിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാറുകളുടെ ഇടയിലുള്ള ഭാഗങ്ങളിൽ നെബുലയുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഈ നെബുലയിൽ നിന്നാണ് ഇപ്പോഴും പുതിയ സ്റ്റാർസും മറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള ഈ വലിയൊരു നെബുലയുടെ വലിയ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകും? ലോക്കൽ ആയിട്ടുള്ള ചില ക്ലംസുകൾ ഉണ്ടാകും. അവിടെ എന്തുണ്ടാകും? ഗ്രാവിറ്റിയുടെ ഡിഫറൻസ് കാരണം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും? ഒന്നിച്ചു കൂടാനായിട്ട് തുടങ്ങും. ഇവ ഒന്നിച്ചു കൂടുമ്പോൾ എങ്ങനെയാണ് ഒന്നിച്ചു കൂടുന്നത്? വെറുതെ അങ്ങനെ ഒട്ടി നിൽക്കുകയാണോ? അല്ല. ഈ പാർട്ടിക്കിൾസിൻ്റെ ഈ ഒന്നിച്ച് ചേരൽ എന്തിലേക്ക് നയിക്കും അറിയോ നിങ്ങൾക്ക്? ഒരു റൊട്ടേഷണൽ പ്രോസസ്സിലേക്ക് നയിക്കും. റൊട്ടേഷണൽ പ്രോസസ്സിലേക്ക് പതുക്കെ നയിക്കുകയും ഈ ഭാഗങ്ങളിൽ എന്തുണ്ടാകും? ഇവരെല്ലാവരും തമ്മിൽ അതിശക്തമായിട്ടുള്ള ഫ്രിക്ഷനും മറ്റും ആരംഭിക്കുകയും ചെയ്യും.
മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഇങ്ങനെ ഫ്രിക്ഷൻ ആരംഭിക്കുന്നത് ടെമ്പറേച്ചറിൻ്റെ വർധനവിന് കാരണമാകും. ഇങ്ങനെ ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന സമയത്ത് ഈ ലോക്കലായിട്ട് ഈ വന്ന ക്ലംസിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, പലയിടങ്ങളിലും, അതായത് ഇങ്ങനെ ഒന്നിച്ച് ചേരുന്നതിൻ്റെ ഉള്ളിലും എന്തുണ്ടാകും, ഡെൻസിറ്റി ഡിഫറൻസുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുത്തുകൾ എന്തായി മാറും, ആ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ക്ലംസ് ഓഫ് സ്റ്റാറുകൾ ഇങ്ങനെ വന്ന് കറങ്ങി 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 ചൂട് കൂടിയിട്ട് അവ എന്തായി മാറും, അവ സ്റ്റാറുകളായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഒരു നെബുലയുടെ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവുകയാണ്, ഡ്യൂ ടു ദിസ് എന്താ പറയുക, ഈ ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ്, ഈ അൺഇവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആൻഡ് എനർജി കാരണം പലയിടങ്ങളിലും പല ഡെൻസിറ്റികളിലുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നു, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഡെൻസിറ്റി ഡിഫറൻസ് ലീഡ്സ് ടു വാട്ട്, ഡിഫറൻസ് ഇൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഈ ആളുകളല്ല ക്ഷമിക്കണം, ഈ പാർട്ടിക്കിൾസിൻ്റെയും ഗ്യാസിൻ്റെയും ഒരു അക്യുമുലേഷന് കാരണമാകുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ അക്യുമുലേഷൻ ആകുന്ന സമയത്ത് എന്താണ് ഈ നെബുലയിലുള്ളത്, എന്താ, ഹൈഡ്രജൻ ക്ലൗഡ് അല്ലേ? ഉള്ള കാര്യം എന്താണ്, ഹൈഡ്രജൻ ക്ലൗഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ക്ലൗഡ് എന്ന് പറയുന്ന കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുത്തുന്നുണ്ടോ? അപ്പോൾ ഇവ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി ചൂടായി ഹീറ്റ് കൂടി വരികയാണെന്ന് വിചാരിക്കും നിങ്ങൾ. അതായത് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ സ്റ്റാറിൻ്റെ ഒരു തുടക്കത്തിലെ സമയത്ത് എന്താണ്, ഈ നെബുലയിൽ നിന്നുള്ള ഹൈഡ്രജൻ ഇങ്ങനെ വന്നിട്ട് ചൂടായി വരികയാണ്. ഈ ഹീറ്റ് കൂടിയിട്ട് എറൗണ്ട് 1,000,000 ഡിഗ്രിയുടെ അവിടെ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഹൈഡ്രജൻ ഫ്യൂസായിട്ട് ഹീലിയമായിട്ട് മാറാൻ തുടങ്ങും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാറിൻ്റെ എന്താണ് ഒരു കോറിൽ ഫ്യൂഷൻ പ്രവൃത്തി തുടങ്ങുന്നത്. അത് നമ്മൾ കാണുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റാറായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും ഫോർമേഷൻ്റെ ഒരു ജനറലായിട്ടുള്ള ഐഡിയ. മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആദ്യത്തെ ദ വെരി ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദി ബിഗ് ബാങ്, എ ലോട്ട് ഓഫ് ടൈം passed, then the distribution of matter and energy was not even in the early universe. അതെന്തായിരുന്നില്ല, കൃത്യമായിട്ടുള്ളൊരു ഹോമോജിനസ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നില്ല. the distribution of matter and energy was not even in the universe. അതുകൊണ്ട് തന്നെ there were initial density differences. മനസ്സിലാവുന്നുണ്ടോ? that gave rise to differences in gravitational forces. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഡെൻസിറ്റി ഡിഫറൻസുകൾ ഉണ്ടായി, ദാറ്റ് ഗേവ് റൈസ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറൻസസ്. അപ്പോൾ ഇത് എന്തിലേക്ക് നയിച്ചു, ഈ ഗ്രാവിറ്റേഷണൽ ഡിഫറൻസിൻ്റെ, അതായത് ഇവിടെ വലിയൊരാൾ നല്ല മാസമായിട്ട് ഒരാളുണ്ടെന്നും ഇവിടെ ചെറിയ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്രയും ഭാഗത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇയാളുടെ അടുത്തേക്ക് അടുപ്പിക്കപ്പെടും. ഇയാളുടെ അടുത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ അടുപ്പിക്കപ്പെടുള്ളൂ. മനസ്സിലാവുണ്ടോ? ഇയാളുടെ സ്ഫിയർ ഇവിടെ ആയിരിക്കും അട്രാക്ഷൻ്റെ, ഇയാളുടെ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതെന്തായി, പല ഭാഗങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ എന്താ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി, ഇവിടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത ഒരു സ്റ്റേജ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു എന്താ പറയുക, ഡെൻസിറ്റി ഡിഫറൻസും ഗ്രാവിറ്റേഷണൽ ഫോഴ്സുകളുടെ ഡിഫറൻസുമാണ് അടിസ്ഥാനപരമായിട്ട് എന്തായി മാറുന്നത്, ദ ബേസസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഗാലക്സീസ് ആയി മാറുന്നത്. ഇനി ഓരോ ഗാലക്സികളിലും ബില്യൺസ് ഓഫ് സ്റ്റാറുകളാണുള്ളത്. നമ്മുടെ ആകാശഗംഗയിൽ തന്നെ ഏതാണ്ട് 100 മുതൽ 400 വരെ ബില്യൺ സ്റ്റാറുകളുണ്ട്, നക്ഷത്രങ്ങളുണ്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ആൻഡ് ഈ ഗാലക്സികളുടെയൊക്കെ റേഡിയസ്, ഇത്ര വലുതാണ് ഗാലക്സി എന്നെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു റേഡിയസ് എന്ന് പറയുന്നത് എത്രയോ, അതായത് 10, 50,000, 80,000, 1,00,000 വരെ എന്താ പറയുക, ലൈറ്റ് ഇയർ നീളമുണ്ടാകും. എന്താ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ലൈറ്റ് ഇയർ പ്രകാശം എന്താണ്, ഒരു വർഷത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയ ദൂരമാണത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ എന്താ പറയുക, പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്ര എത്തും, അതാണ് ഒരു ലൈറ്റ് ഇയർ. ഇതുപോലത്തെ 10,000-കണക്കിന് ലൈറ്റ് ഇയറുകൾ എന്താ പറയുക ആണ് റേഡിയസ് ഓരോ ഗാലക്സികളുടെയും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഗാലക്സികൾ എന്ന് പറയുന്നത് അത്രയും ഭീമാകാരമായിട്ടുള്ള സ്ട്രക്ചറുകളാണ് എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിനുശേഷം എന്ത് ചെയ്യും, ഈ ഗ്രോയിങ് നെബുല ഡെവലപ്സ് ഇൻ ടു ലോക്കലൈസ്ഡ് ക്ലംസ് ഓഫ് ഗ്യാസസ്. ഈ നെബുല എന്ത് ചെയ്യും, ഈ നെബുലായിക് ഫോർമേഷൻ, ഇതിൻ്റെ ഉള്ളിൽ ഇത് മുഴുവൻ എന്താണ്, ഈ ഹൈഡ്രജൻ ഡസ്റ്റ് പാർട്ടിക്കിൾ ഗ്യാസിയസ് ആയിട്ടുള്ളൊരു ക്ലൗഡാണ്, വലിയൊരു ക്ലൗഡാണത്. ഇതിൻ്റെ അക്യുമുലേഷൻ നടക്കും. മനസ്സിലാവുണ്ടോ? എന്നിട്ട് എന്ത് ഉണ്ടാക്കപ്പെടും, ലോക്കലൈസ്ഡ് ക്ലംസ് ഓഫ് ഗ്യാസസ്. അവിടെ ഇവിടെ എന്താണ്, ലോക്കലൈസ്ഡ് ക്ലംസ് ഓഫ് ഗ്യാസുകൾ എന്ത് ചെയ്യും, സൃഷ്ടിക്കപ്പെടും. മനസ്സിലാവുണ്ടോ? ഈ കുഞ്ഞു എന്താ പറയുക, ഈ ഒരു കുറച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടായിട്ടുള്ള ഈ കുഞ്ഞു ഗ്യാസിൻ്റെ ഈ കളക്ഷൻസ് ദേ കണ്ടിന്യൂ ടു ഗ്രോ ഇൻ ടു ഇവൻ ഡെൻസർ ഗേഷ്യസ് ബോഡീസ്.
മനസ്സിലാവുണ്ടോ? അപ്പോൾ പിന്നെയും ഒന്നിച്ച് ചേർന്ന് എന്ത് ചെയ്യും, ഇത്രയും ഭാഗങ്ങൾ ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് മുഴുവൻ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ചൂട് കൂടും. ഇവ എന്ത് ചെയ്യും, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അവസാനം എന്താകും, ഇതൊരു ഡിസ്ക് ഫോമിലേക്ക് മാറും. അവസാനം എന്തായി മാറും, ഇതിനൊരു കോറ് ഉണ്ടാകും. അതെന്തായിട്ട് മാറും, അതൊരു നക്ഷത്രമായിട്ട് സ്റ്റാറായിട്ട് മാറുമെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഏതാണ്ട് ഒരു 5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ്, 5 ബില്യൺ വർഷത്തോളം മുൻപാണ് സ്റ്റാറുകളുടെ ഫോർമേഷൻ തുടങ്ങി എന്ന് നമ്മൾ കരുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്ട് ഒരു 5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് സ്റ്റാറുകളുടെ ഫോർമേഷൻ തുടങ്ങി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ കാര്യം മനസ്സിലായോ, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളുടെ ഈ ജനറൽ ആയിട്ടുള്ളൊരു കഥ നടക്കുന്നത് എന്നും ഏത് രീതിയിലാണ് ഗാലക്സികളും അതിൽ നിന്ന് നക്ഷത്രങ്ങളും ഉണ്ടാകുന്നത് എന്നും നെബുല എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് വാട്ട് ഓൾ തിങ്സ് ആണ് എന്നതും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഗാലക്സികൾ നമ്മൾ നോക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഗാലക്സികൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫോർമേഷൻ എവിടെ നിന്നാണ്? ദേ ആർ ഫോംഡ് ഫ്രം നെബുലാസ് അല്ലെ, നീഹാരികകൾ എന്നാണ് എന്ത് ചെയ്യുന്നത് മലയാളത്തിൽ നമ്മൾ വിളിക്കാറുള്ളത്. മനസ്സിലാവുണ്ടോ? എന്താണെന്ന് വിളിക്കാറുള്ളത്? നീഹാരികകൾ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇനി മിൽക്കി വേ ആണ് നമ്മുടെ ഗാലക്സി. നമ്മൾ മിൽക്കി വേയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും. മിൽക്കി വേയെ ആകാശഗംഗ അല്ലെങ്കിൽ ക്ഷീരപഥം എന്നീ പേരുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ദ നിയറസ്റ്റ് ഗാലക്സി ഈസ് ആൻഡ്രോമിഡ ഗാലക്സി. ഏതാണ്? ആൻഡ്രോമിഡ ഗാലക്സിയാണ്. ഇതൊരു വലിയ ഗാലക്സിയാണ്. ദിസ് ഈസ് ദ എന്താ പറയുക, നമ്മളുടെ തൊട്ടടുത്തുള്ള ഗാലക്സികളുടെ എന്താ പറയുക വലിപ്പങ്ങൾ നോക്കുന്ന സമയത്ത് ആൻഡ്രോമിഡ എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു ഗാലക്സിയാണ് എന്ന കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ആൽക്കയോനിയസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഗാലക്സി. ഈ അടുത്തായിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ്. നിലവിൽ ഏറ്റവും വലിപ്പമേറിയ ഗാലക്സികളുടെ കൂട്ടത്തിൽ നമ്മൾ കണക്കാക്കുന്ന ഒരു ഗാലക്സിയാണ് ഇത് എന്ന് നിങ്ങൾ കൂട്ടുകാർ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ ആണോ? നിങ്ങൾ കൃത്യമല്ലേ? സംശയങ്ങളൊന്നുമില്ലല്ലോ? അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ പുതിയ എന്തില്ല ഇൻഫോർമേഷൻസ് ഒന്നും ഇല്ല എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആൻഡ്രോമിഡ ഗാലക്സിയുടെ ഡയമീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ വലുതാണ്. അതായത് എന്താ പറയുക, അറൗണ്ട് 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ് എന്തിൻ്റെ, അതായത് 25 ലക്ഷം ലൈറ്റ് ഇയേഴ്സ്. മനസ്സിലാവുണ്ടോ? അത്രയധികം എന്താ പറയുക വലിപ്പമാണ് ആൻഡ്രോമിഡ ഗാലക്സിയുടെ റേഡിയസിനുള്ളത് എന്ന കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്, കൂട്ടുകാരൊന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് അത്രയും ഭീമാകാരനായിട്ടുള്ള ഗാലക്സിയാണ് എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഗാലക്സികളുടെ നമുക്ക് അറിയാവുന്ന, എല്ലാവർക്കും ഏതാണ്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ. ഇനി ഗാലക്സികളുടെ അക്കോർഡിംഗ് ടു ദ ഷേപ്പ്, അവയുടെ ഒരു ആകൃതി അനുസരിച്ച് അവയെ പലതായിട്ട് തിരിക്കാറുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് എലിപ്റ്റിക്കൽ ഗാലക്സികളാണ്. ഇതെന്താ, ഇങ്ങനെ നിങ്ങൾ അതിൻ്റെ ഏതാണ്ട് ഔട്ടർ ലൈൻ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ്, സർക്കിൾ അല്ല, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാണ്ട് ഇറഗുലറായിട്ട് കിടക്കുന്ന ഗാലക്സികളുണ്ട്. ശേഷം എന്തുണ്ട്, സ്പൈറൽ ഗാലക്സികളുണ്ട്. നോക്കൂ, ഇതിനെന്താ ഇങ്ങനെ കൈകൾ പോലെ ഇങ്ങനെ സ്പൈറൽസ് പുറത്തേക്ക് പോയിരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ, ഇങ്ങനെ എന്താണ് സ്പൈറൽസ് ആയിട്ട് കിടക്കുന്ന സ്പൈറൽ ഗാലക്സികൾ. നമ്മുടെ ആകാശഗംഗ ഏതാണ്ട് എങ്ങനെയാണ്, ഒരു സ്പൈറൽ ഗാലക്സി പോലെയാണ് കിടക്കുന്നത് എന്ന കാര്യം കൂട്ടുകാരെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണോ? അപ്പോൾ സ്പൈറൽ ഗാലക്സി ആണ് എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ എലിപ്റ്റിക്കൽ, ഇറഗുലർ ആൻഡ് സ്പൈറൽ ഗാലക്സികളാണ് നമുക്ക് ഉള്ളത് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമാണല്ലോ? ഇനി നമ്മൾ എവിടേക്ക് കിടക്കുകയാണ്? ഇനി നമ്മൾ നമ്മുടെ ഗാലക്സി ആയിട്ട് മിൽക്കി വേയെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്? ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിൽക്കി വേയുടെ ഷേപ്പാണ്. നമുക്ക് സ്പൈറൽ എന്നുള്ള ഒരു ഷേപ്പിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സൈഡിൽ നിന്നൊരു വ്യൂ നോക്കുകയാണ്. ഇതിനെ നമ്മൾ എന്താണ്, ഒരു മേശയുടെ മുകളിലെടുത്ത് വെച്ച് വിചാരിക്കുക അല്ലേ. ഇതിപ്പോൾ കാണുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ഒരു വൃത്തമായിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് നമ്മൾ മേശയിലെടുത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാമല്ലോ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്കൊരു ബൾജ് കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? സെൻട്രൽ ഭാഗത്തൊരു ബൾജാണ്. ഇപ്പോൾ ഇതെന്താണ്, ഇതിങ്ങനെ ഒരു ഡിസ്ക് പോലെ കിടക്കുന്നുണ്ടാവും ചുറ്റുമായിട്ട്. അതിൻ്റെ നടുക്ക് എന്താണ്
എന്താണ്, ഒരു ബൾജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫ്ലാറ്റ് ഡിസ്ക് വിത്ത് എ സെൻട്രൽ ബൾജ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. ഇനി അടുത്ത എന്താണ്, ഡയമീറ്റർ. ഡയമീറ്റർ എങ്ങനെയാണ്? ഡയമീറ്റർ ആകാശഗംഗയുടെ മൊത്തത്തിൽ 1.5 to 2 lakh ലൈറ്റ് ഇയേഴ്സ് ആണ് ഡയമീറ്റർ ആയിട്ട് വരുന്നത്. 1.5 to 2 lakh ലൈറ്റ് ഇയേഴ്സ്. നമ്മൾ ആൻഡ്രോമേഡയുടെ വലിപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എത്രയായിരുന്നു? 25 lakh ലൈറ്റ് ഇയേഴ്സ് ആയിരുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഏതാണ്ട് നമ്മളുടെ ഇതിനേക്കാളും എത്രത്തോളമാണ്, 10-12 ഇരട്ടിയാണ് ആൻഡ്രോമേഡയുടെ ഒരു ഡയമീറ്റർ എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡയമീറ്റർ നമ്മുടെ മിൽക്കി വേയുടെ എത്രയാണ്? 1.5 to 2 lakh ലൈറ്റ് ഇയേഴ്സ് ആണ് മിൽക്കി വേയുടെ ഡയമീറ്റർ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മിൽക്കി വേയുടെ ഉള്ളിൽ ഏതാണ്ട് 100 മുതൽ 400 വരെ ബില്യൺ സ്റ്റാറുകളാണുള്ളത്. 100 മുതൽ 400 വരെ ബില്യൺ സ്റ്റാറുകളാണ് ആകാശഗംഗയുടെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട് കൂട്ടുകാർ, ആലോചിക്കേണ്ടതുണ്ട്. ഇനി നമ്മളുടെ മിക്കവാറും എല്ലാ ഗാലക്സികളുടെയും ഒത്ത നടുവിൽ എന്തുണ്ട്, ബ്ലാക്ക് ഹോളുകൾ കാണുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്. മനസ്സിലാവുണ്ടോ? അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ ആകാശഗംഗയുടെയും നടുവിൽ എന്തുണ്ട്, ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതിൻ്റെ പേര് സാജിറ്റാരിയസ് എ എന്നാണ്. ഏതാണ് ഇത്? വന്നിട്ടുണ്ട്, മുമ്പ് ഒരിക്കൽ ചോദ്യം വന്നിട്ടുണ്ട്. സാജിറ്റാരിയസ് എ എന്നാണ് നമ്മളുടെ ഈ ഒരു ആകാശഗംഗയുടെ ഏറ്റവും നടുവിൽ ആയിട്ട് കിടക്കുന്ന ഒരു ബ്ലാക്ക് ഹോളിൻ്റെ തമോഗർത്തത്തിൻ്റെ പേര് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളുടെ എന്താ പറയുക, സൂര്യൻ, അതായത് നമ്മളുടെ സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 1/3, സെൻട്രലിൽ നിന്നൊരു 1/3 അല്ലെങ്കിൽ 2/3 ഇപ്പുറത്തായിട്ടാണ് എന്ത് കിടക്കുന്നത്, സൂര്യൻ്റെ അല്ലെങ്കിൽ സൗരയൂഥം ഇവിടെയായിട്ടാണ് കിടക്കുന്നത്. ഒരു ചെറിയ പോയിൻ്റാണ് കേട്ടോ, അത് കാണാൻ പോലും പറ്റില്ല, അത്രയ്ക്കും ചെറിയ പോയിൻ്റാണ് നമ്മളുടെ സൂര്യനും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മൊത്തം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചുറ്റുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിൻ്റെ സെൻട്രലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റുന്നുണ്ട്. പിന്നെ ഈ ചുറ്റൽ എന്ന് നമ്മൾ പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ 2 ബോഡികൾ, ഇപ്പോൾ എന്ത് പറയാം, നമുക്ക് പറയാം, ഇപ്പോൾ ഭൂമി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ചന്ദ്രൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് തോന്നാൻ കാരണം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക അറിയോ, ഇത് തമ്മിലുള്ള ഒരു വലിപ്പത്തിലുള്ള വ്യത്യാസമാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന പോലെ നമുക്ക് തോന്നുന്നത്. ഇതേ സമയം അത് ശരിക്കും ഏതൊരു 2 ബോഡികളും അവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റലാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ സെൻട്രൽ പോയിൻ്റ് വ്യത്യാസപ്പെടുന്നത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വലിപ്പം വല്ലാണ്ട് വ്യത്യാസപ്പെട്ടാൽ ഇത് രണ്ടിൻ്റെയും മാസ് അനുസരിച്ചുള്ളൊരു സെൻട്രൽ പോയിൻ്റ്, അതിന് ചില ടെക്നിക്കൽ പേരുകളുണ്ട്, ഞാൻ മറന്നുപോയി, അത് ഈ വലിയ ബോഡിയുടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യും, നോക്കുന്ന സമയത്ത് ഈ ബോഡി ഇതിനെ ചുറ്റുകയാണ്, ഈ പോയിൻറ്റിന് ചുറ്റും ഇങ്ങനെ ചുറ്റുകയാണ് തോന്നും. നേരെ മറിച്ച് ഒരേ വലുപ്പമുള്ള 2 ബോഡികളാണ് പരസ്പരം ചുറ്റുന്നതെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരുടെയും എവിടെയും സെൻട്രൽ പോയിന്റ് ഇവിടെ ആയിരിക്കും. അതിന് സെൻട്രൽ പോയിന്റ് ഒരു പേര്, ചില സെൻറ്റർ ഓഫ് ബോഡി സെൻറ്റർ അല്ല, എൻ്റെ ഒരു പേരുണ്ട്, ഞാൻ പെട്ടെന്ന് എനിക്ക് തലയിൽ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് വളരെ എളുപ്പമുള്ള പേരാണത്, പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകുമ്പോൾ ബ്ലാങ്ക് ആയി പോവില്ല, അങ്ങനെ ബ്ലാങ്ക് ആയിപ്പോൾ എനിക്ക് ആ പേര് കിട്ടുന്നില്ല നേരത്തെയായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരേപോലത്തെ വലിപ്പമുള്ള മാസുള്ള ബോഡികളാണെങ്കിൽ എന്താ, സെൻട്രൽ പോയിന്റ് നടുക്കായിരിക്കും. അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും, ഇങ്ങനെ ചുറ്റുന്നു, ഈ പോയിന്റിനെ ചുറ്റുന്ന പോലെ തോന്നും. ശരിക്കും ഇത് തന്നെയാണ് ഭൂമിയും ചന്ദ്രനും, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചന്ദ്രനും വേറെ സൂര്യനും ഇപ്പോൾ ഭൂമിയും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ശരിക്കും ഇതാ സംഭവിക്കുന്നത്. പക്ഷെ വലിപ്പം അത്രയധികം കൂടുതലായതുകൊണ്ട് എങ്ങനെയാണ് തോന്നുന്നത്, നമുക്ക് ഒരു ബോഡിയെ മറ്റൊരു ബോഡി ചുറ്റുന്ന പോലെ തോന്നും. കാരണം ഈ പോയിന്റ് എവിടേക്ക് പോവും, നടുവിൽ നിന്ന് മാസ് കൂടിയ ബോഡിയുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, മാറും, ഷിഫ്റ്റ് ആക്കണം, അടുത്തേക്ക് മാറും. ഭയങ്കര മാസ് കൂടുതലാണെങ്കിൽ അത് മാസ് കൂടിയ ബോഡിയുടെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ ചുറ്റുന്നതായി തോന്നും. ആകെ കൂടി ഈ ഒരു പോയിന്റ്, സൂര്യനില്ലേ, സൂര്യൻ്റെ ചുറ്റുമുള്ള ബാക്കി എല്ലാ ഗ്രഹങ്ങളും വളരെ കുഞ്ഞൻ ആളുകളാണ് അല്ലേ. വ്യാഴം ഉണ്ടല്ലോ നമ്മളുടെ, ആരാണ് വ്യാഴം, ഇത്ര വലുപ്പമല്ല, അങ്ങനെ ഞാൻ സ്കെയിൽ അനുസരിച്ചല്ല വരച്ചിരിക്കുന്നത്, എന്നാലും ഞാൻ പറയുകയാണ്, ആകെ കൂടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജുപ്പിറ്റർ, വ്യാഴത്തിന് മാത്രമാണ് ഈ പോയിൻ്റ് ഏതാണ്ട് സൂര്യന് ജസ്റ്റ് വെളിയിലായിട്ടോ മറ്റോ ഉള്ളത് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ ഒന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ ഏതെങ്കിലും ക്ലാസ്സിൽ പറയാം. അതായത് ഏതാണ്ട് ബാക്കി എല്ലാ വസ്തുക്കളുടെയും വളരെ ചെറിയ ബോഡി ആയത് കാരണം കൃത്യമായി സൂര്യൻ്റെ ഉള്ളിലാണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇവരെല്ലാം കൃത്യമായി സൂര്യൻ ചുറ്റുന്ന പോലെ തന്നെയാണ്. ജുപ്പിറ്ററിൻ്റെ ഒരു വലിപ്പം, ജുപ്പിറ്ററിൻ്റെ നിങ്ങൾക്ക് മാസ് അറിയാലോ അല്ലേ, അതായത് സൂര്യനെ ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും അവരുടെ ഉപഗ്രഹങ്ങളെയൊക്കെ കൂട്ടിയിട്ട് വെയിറ്റ് ചെയ്താലും ജുപ്പിറ്ററിൻ്റെ മാസിൻ്റെ അടുത്ത് പോലും ആവില്ല. അത് അപ്പോഴും ജുപ്പിറ്ററിന് ഈ ബാക്കി എല്ലാവരുടെയും മാസിനേക്കാൾ ഒരു ഇരട്ടി മാസ് ജുപ്പിറ്ററിനുണ്ടാകും. അത്ര വലിയ മാസുള്ള ആളാണ് ജുപ്പിറ്റർ. അപ്പോൾ ഈ ജുപ്പിറ്ററിൻ്റെ മാത്രം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തിന് വെളിയിലാണ്, ഈ സൂര്യന് ജസ്റ്റ് വെളിയിലാണ് എന്നൊരിക്കൊരു എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്. മനസ്സിലാവുണ്ടോ?
അപ്പോൾ ആ വലിപ്പം ഞാൻ ഈ പറഞ്ഞു പോയ സമയത്ത് ഈ ചുറ്റലിൻ്റെ കാര്യം പറഞ്ഞു പോയപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി ഇങ്ങനെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, സൂര്യനും ബാക്കി എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാൻ ഒരു തവണ ഒരു ലാപ്പ് പൂർത്തിയാക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 220 മില്യൺ വർഷങ്ങളാണ്. എത്രയാണ്? 220 മില്യൺ വർഷങ്ങൾ. ഇതിനെ അതുകൊണ്ട് കോസ്മിക് ഇയർ എന്ന പേരിലും വിളിക്കാറുണ്ട്. എന്ത് പേരിലും വിളിക്കാറുണ്ട്? കോസ്മിക് ഇയർ എന്ന പേരിലും 220 മില്യൺ വർഷങ്ങളെ നമ്മൾ വിളിക്കാറുണ്ട്. 200 മില്യൺ എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മൾ പിന്നീട് ഇങ്ങനെ ജിയോഗ്രഫിയിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചു, ലിത്തോസ്ഫിയറിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഈ വൻകര വിസ്ഥാപനം എന്നൊക്കെ പറയില്ലേ, വൻകരകൾ പണ്ടെന്തായിരുന്നു, എല്ലാ കരയും കൂടി ഒരുമിച്ച് ഒറ്റ പീസായിരുന്നു എന്നും, അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും, പിന്നിടയ്ക്ക് മൂവ് ചെയ്ത് തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇത്തരത്തിലുള്ളൊരു കമ്മിങ് ടുഗെദർ ആൻഡ് ബ്രേക്കിംഗ് എന്താ പറയുക അപ്പാർട്ട് പരിപാടി എല്ലാ 200 മില്യൺ വർഷങ്ങളിടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയാറുള്ളത് നമ്മൾ. ഏതാണ്ട് അത്രയും തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു കോസ്മിക് ഇയറിനും എടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ അല്ലെങ്കിൽ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണ്, ഈ ഒരു കാര്യം കൂടി കൂട്ടുകാർ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആൻഡ്രോമിഡ ഗാലക്സി. ഏതാണ്? ആൻഡ്രോമിഡ ഗാലക്സി. ഏതാണ്ട് 2 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എവയാണ് ആൻഡ്രോമിഡ ഗാലക്സി ഉള്ളത്. ഏതാണ്ട് 2 മില്യൺ ലൈറ്റ് ഇയർ എവയാണ് ആൻഡ്രോമിഡ ഗാലക്സി ഉള്ളത്. ആൻഡ്രോമിഡ നമ്മളുടെ ഗാലക്സി കൂട്ടങ്ങളുടെ, നമ്മുടെ അടുത്തുള്ള ഗാലക്സി കൂട്ടങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയവനായിട്ടുള്ള ആളാണ് ആര്? ആൻഡ്രോമിഡ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഏതാണ്ട് 25 ലക്ഷം എന്താണ് ലൈറ്റ് ഇയർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമ്മളുടെ ആളുടെ എത്രയാണ്? 1.5 to 2 ലാക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ആ കാര്യം? ആലോചിക്കുക. സോ ആൻഡ്രോമിഡ ഈസ് കൈൻഡ് ഓഫ് എ ബിഗ് ഗാലക്സി, വെരി ലാർജ് ഗാലക്സി എന്നുകൂടി കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മിൽക്കി വേയുടെ ചില പ്രത്യേകതകൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മളുടെ നക്ഷത്രങ്ങളുടെ കുറിച്ച്, ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഫോർമേഷൻസിനെ കുറിച്ചൊക്കെ പണ്ട് മുതൽ തന്നെ, വളരെ പണ്ട് മുതൽ തന്നെ ഒരുപാട് കഥകൾ നിലവിലുണ്ടായിരുന്നു. പല ശാസ്ത്രജ്ഞരും പിന്നീട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു? കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ അവരിൽ പലരും പല തിയറികളുമായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തെല്ലാമാണ് ഇത്തരത്തിൽ തിയറികൾ, ഏതെല്ലാമായിരുന്നു ഫേമസ് ആയിട്ടുള്ള തിയറികളെന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ സോളാർ സിസ്റ്റം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം തിയറികൾ നമുക്ക് കാണാൻ പറ്റും. ബൈനറി സ്റ്റാർ തിയറി, സൂര്യൻ്റെ വരവ്, ബാക്കി ഗ്രഹങ്ങൾ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബൈനറി സ്റ്റാർ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം, നെബുല ഹൈപ്പോത്തിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ, അത് ആരൊക്കെയാണ് മുന്നോട്ട് വെച്ചത്, കാണ്ടിൻ്റെ എന്താ പറയുക ഹൈപ്പോത്തിസിസിൻ്റെ നെബുലാർ, അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അതിനു മുമ്പ് എന്താണ് ജനറലായിട്ട് എന്താണ് ചില കാര്യങ്ങൾ പണ്ട് കുറേ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. നോക്കൂ, ആദ്യത്തെ ഇത്തരത്തിലുള്ളൊരു ഫേമസ് ആയിട്ടുള്ള തിയറി വന്നിട്ടുണ്ടായിരുന്നത് ജിയോസെൻട്രിക് തിയറിയുമായിട്ട് ടോളമി ആയിരുന്നു. എന്താണ് ജിയോസെൻട്രിക്? ജിയോ റെപ്രസെൻറ്റ്സ് വാട്ട് എർത്ത് അല്ലേ. അപ്പോൾ എർത്ത് സെൻട്രിക് തിയറി എന്ന് നമുക്കിതിനെ വിളിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ജിയോസെൻട്രിക് തിയറി എന്തായിരുന്നു ടോളമിയുടെ? ഭൂമി നടുവിലാണ്. ഭൂമിയെ എന്ത് ചുറ്റുന്നു? സൂര്യൻ ചുറ്റുന്നു, ചന്ദ്രൻ ചുറ്റുന്നു, ബാക്കി ഗ്രഹങ്ങൾ ചുറ്റുന്നു, നക്ഷത്രങ്ങൾ ചുറ്റുന്നു. അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മനുഷ്യൻ ഇവിടെ ജീവിക്കുകയും ബാക്കിയുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഇങ്ങനെ ചുറ്റുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് പണ്ട് കാലഘട്ടങ്ങളിൽ യൂറോപ്പിലാണ് ഇത്തരം പഠനങ്ങളും റെനേസൻസുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ചർച്ച് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആരായിരുന്നു? ചർച്ച് ഭയങ്കര സ്ട്രോങ് ആണ്. ചർച്ചിനെതിരെ അവരുടെ നിയമങ്ങളൊക്കെ വളരെയധികം കിരാതമായ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. എല്ലാ മതങ്ങളിലും ഉള്ളതുപോലെ തന്നെ കേട്ടോ, അവർ മാത്രം എന്ന് പറയല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ നോക്കുകയാണെങ്കിലും വളരെ മോശമായിട്ടുള്ള, ഒരുപാട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഇഷ്ടംപോലെ നിയമങ്ങൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് നടക്കുന്നത്, കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നത്. അപ്പോൾ അതായത് അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്താൽ, വിശ്വാസങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രിവെയിലിംഗ് ആയിരുന്ന തിയറി ഏതായിരുന്നു? ചർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഭൂമിയാണ് സെൻറ്റർ, ഭൂമിയുടെ ചുറ്റുമാണുള്ളത്, പിന്നീട് അതിനപ്പുറത്ത് സ്വർഗ്ഗമുണ്ട് എന്നൊരു രീതിയിലാണ് വിശ്വാസം ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ടോളമി ഉണ്ടാക്കിയ ഈ ഒരു തിയറി അവർക്ക് വളരെയധികം എന്തായിരുന്നു? കൃത്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എന്താ, ഇങ്ങനെ ഇതാ ഭൂമി നിൽക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ബാക്കി ആളുകളുണ്ട്, പിന്നെ കുറച്ച് നക്ഷത്രങ്ങളുണ്ട്, അതിനപ്പുറത്ത് എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് അറിയില്ല. അപ്പോൾ അവിടെ എന്താണ്, അവിടെ അവർ കൊണ്ടുപോയിട്ട് എന്തിനെ വെച്ചു? സ്വർഗത്തിനെ വെച്ചു, ഹെവനെ വെച്ചു.
അപ്പോൾ എന്തായി, കഥയ്ക്ക് കൃത്യമായിട്ട് ചേരുന്നുണ്ട്. ഇതെന്തായി, എല്ലാവരും എന്ത് ചെയ്തു, സ്വീകരിച്ചു. പിന്നെ ആലോചിച്ച് നോക്കൂ, അന്ന് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇതാ നക്ഷത്രങ്ങളെ ചുറ്റുന്നു, സൂര്യനിതാ എന്നെ കറങ്ങിയിട്ട് പോകുന്നു, ചന്ദ്രനിതാ എൻ്റെ ചുറ്റും കറങ്ങുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയാണ്, ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുകയാണ്. ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് പോളിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ധീരനായിട്ടുള്ള വളരെയധികം പ്രഗത്ഭനായിട്ടുള്ളൊരു ശാസ്ത്രജ്ഞൻ പുതിയ തിയറിയായിട്ട് വന്നു. എന്താണ്, ഹീലിയോസെൻട്രിക് തിയറി. ഇതിനു മുമ്പ് കുറേ കഥകൾ നമുക്ക് പറയാനുണ്ട്, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതൊക്കെ നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹീലിയോസെൻട്രിക് തിയറി, ജിയോസെൻട്രിക് എന്ന് പറയുന്നത് എർത്ത് സെൻട്രിക് ആവുമ്പോൾ ഹീലിയോസെൻട്രിക് എന്തായിരിക്കും, സൺ സെൻട്രിക് അല്ലേ. ഹീലിയോ എന്ന് വെച്ചാൽ എന്താണ്, സണ്ണിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിക്കോളാസ് കോപ്പർനിക്കസ് പറഞ്ഞു, അല്ല, ടോളമി പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പോൾ പല ശാസ്ത്രജ്ഞരും ഇതുവരെ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഭൂമി എന്താണ്, ഭൂമി സൂര്യനെ ചുറ്റുന്ന അനവധി ഗോളങ്ങളിൽ ഒരു ഗോളമാണ് ആര്, ഭൂമി എന്നെന്ത് ചെയ്യുകയുണ്ടായി, കോപ്പർനിക്കസ് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, സൂര്യന് ചുറ്റും എന്ത് ചെയ്യുകയാണ്, സൂര്യന് ചുറ്റും എല്ലാവരും എന്താണ്, ഇങ്ങനെ സർക്കുലറായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, കോപ്പർനിക്കസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സർക്കുലറായിട്ട് കറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വന്ന പിന്നീടുള്ള ആളുകളാണ് ഇത് സർക്കുലർ അല്ല, കുറച്ചെന്താണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് എന്ന് പിന്നീട് പറയുന്നത്. പക്ഷെ എന്ത് പറഞ്ഞാലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിനെ ആര് ചോദ്യം ചെയ്തു, കോപ്പർനിക്കസ് ചോദ്യം ചെയ്തു. അതിന് പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെയായിരുന്നു. ചർച്ച എന്ത് പറഞ്ഞു, ഇതെന്താണ്, ഇത് മതവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. ഇത് തിരുത്തണം അല്ലേ, ഇതെന്താണ്, ദൈവത്തിനെതിരാണ്, മതത്തിനെതിരാണ്, വിശ്വാസങ്ങൾക്കെതിരാണ്, തിരുത്തണം എന്ന് പറഞ്ഞു. പക്ഷേ നിക്കോളാസ് കോപ്പർനിക്കസ് അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പല കഥകളിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിക്കോളാസ് കോപ്പർനിക്കസിനെ അന്നത്തെ കാലഘട്ടത്തിൽ മതനിന്ദ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ജീവനോട് കൂടിയിട്ട് ഒരു വടി ഒരു കമ്പിൽ കെട്ടിയിട്ടിട്ട് കത്തിച്ച് കൊല്ലുകയാണ് ചെയ്യുക. ജീവനോടെ പച്ചയ്ക്ക് കത്തിച്ച് കൊല്ലും, അടിയിൽ തീ കൊളുത്തും, അതാണ് ചെയ്യാറുള്ളത്. ആ രീതിയിൽ കോപ്പർനിക്കസ് വധിക്കപ്പെട്ടു എന്നാണ് പല കഥകളും പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ സത്യം, നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു ബേസിസ് അല്ലേ, നമ്മളുടെ കാലാവസ്ഥയുടെ, രാവിൻ്റെ പകലിൻ്റെ, ഋതുഭേദങ്ങളുടെ ഒക്കെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, സത്യസന്ധമായി കണ്ടുപിടിച്ചതിന്, അതിൽ ഉറച്ചു നിന്നതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത്, മതത്തിനെതിരെ നിന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടി വന്നു, സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. ഇതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷം ഗലീലിയോ എന്ത് ചെയ്യുന്നുണ്ട്, ദൂരദർശിനികൾ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട് അല്ലേ. ദൂരദർശിനി ഉപയോഗിച്ച് തുടങ്ങിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു, കാര്യങ്ങൾ വളരെ വ്യക്തമായി തുടങ്ങി. അദ്ദേഹം ജുപ്പിറ്ററിൻ്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങളുണ്ട്. ആ ഉപഗ്രഹങ്ങളെ ആര് കണ്ടുപിടിച്ചു, ഗലീലിയോ കണ്ടുപിടിച്ചു. അപ്പോൾ ഗലീലിയോയ്ക്ക് മനസ്സിലായി, ഭൂമിയെ മാത്രമല്ല ജുപ്പിറ്ററിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ എന്തൊക്കെയോ കടന്നു ചുറ്റുന്നു. അപ്പോൾ അതുപോലെ ചന്ദ്രൻ മാത്രം ഭൂമിയെ ചുറ്റുന്നതായിരിക്കുമോ, ബാക്കിയുള്ള ആളുകൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് തോന്നുമ്പോൾ റിലേറ്റീവായിട്ട് തോന്നുന്നതായിരിക്കുമോ എന്ന് സംശയം തോന്നിയിട്ട് ഗലീലിയോ നിരീക്ഷിച്ചപ്പോൾ ഗലീലിയോയ്ക്ക് മനസ്സിലായി കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയായിരുന്നു എന്ന്. ഗലീലിയോ എന്നിട്ട് അത് പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്തു, ചർച്ച് ഗലീലിയുടെ എന്ത് ചെയ്തു, കഴുത്തിന് പിടിച്ചു. ഗലീലിയോയ്ക്ക് പക്ഷേ എന്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, മരിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഗലീലിയെക്കുറിച്ചിട്ടുള്ള വലിയ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, വേറൊന്നുമല്ല. അതായത് ഗലീലി ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ, അന്ന് തെറ്റ് സമ്മതിക്കണമെങ്കിൽ വലിയ ആൾക്കൂട്ടത്തിൻ്റെ നടുക്ക് നിന്നിട്ട് വേണം സമ്മതിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അവസാനം പറഞ്ഞു അത്ര, ഇല്ല ശരിയല്ല, അത് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഭൂമി തന്നെയാണ് സെൻറ്റർ, നമ്മളാണ്, മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ എന്നൊക്കെ സമ്മതിച്ചു. എന്നിട്ട് ഇവരെല്ലാവരും പിരിഞ്ഞു പോയ സമയത്ത് അദ്ദേഹം മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞത്രേ, എന്താണ്, പക്ഷേ ഇപ്പോഴും എന്ത് ചെയ്യുകയാണ്, നമ്മൾ അവരെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നെന്ത് ചെയ്യുകയാണ്, അദ്ദേഹം പറയുകയാണ് അത്രേ. ഒന്നും വെറുതെ നിൽക്കുകയല്ല, എന്ത് ചെയ്യുകയാണ്, അവരെ എല്ലാവരും ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയാണ് ഒരു കഥ പറയുന്നത്. എന്തായാലും ഇതിനെല്ലാത്തിനും ശേഷം ജോഹനാസ് കെപ്ലർ വരികയാണ്. ജോഹനാസ് കെപ്ലർ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, എങ്ങനെയാണ് ഈ പ്ലാനറ്റുകളുടെ മോഷൻ എന്ന് പറയുകയാണ്, ദ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. അതായത് ഇവ എങ്ങനെ കറങ്ങുന്നു, ഏത് ഷേപ്പിൽ കറങ്ങുന്നു, ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റാണ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുന്നത് ആരും, അത് സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയൊക്കെ ആര് ചെയ്യുന്നുണ്ട്, ജോഹനാസ് കെപ്ലർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതായത് ഒരു ബോഡി ഇപ്പോൾ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ ദൂരേക്കും പോകും അടുത്തേക്കും വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സെയിം ടൈമിൻ്റെ ഇടയിൽ ഈ സെക്ടർ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്ന ഒരു ടൈമുണ്ട് അല്ലേ, ഇവിടെ നിന്ന് അതേപോലെ ഇവിടെ എത്തുന്നൊരു ടൈം ഉണ്ടാവും. ഈ ടൈമിൻ്റെ ഇടയിൽ ഒരേ ടൈമാണെന്നെങ്കിൽ ആ ടൈമിൻ്റെ ഇടയിൽ ഇവിടെ കവർ ചെയ്യുന്ന ഈ ഒരു ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നൊക്കെ തുടങ്ങുന്ന കുറേ അധികം പ്ലാനറ്ററി മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താ,
അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, എന്തിലൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ കെപ്ലർ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ശേഷം വന്ന പ്രധാനപ്പെട്ട മറ്റൊരാൾ ആരായിരുന്നു, എഡ്വിൻ ഹബിൾ ആയിരുന്നു അല്ലേ. 1920കളിൽ അദ്ദേഹവും എന്ത് ചെയ്യുകയാണ്, നിരീക്ഷണങ്ങളിലൂടെ ബിഗ് ബാങ് തിയറി ഉൾപ്പെടെയുള്ളവ, റെഡ് ഷിഫ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവയൊക്കെ അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവയുടെ ഒരു മൊത്തത്തിലുള്ള പ്രവർത്തനം എന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എഡ്വിൻ ഹബിൾ ചെയ്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ഇനി കോപ്പർനിക്കസിനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയുകയാണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മളുടെ ഡിഗ്രി ലെവലിലെ പല എക്സാമുകൾ നടന്ന സമയത്തും നമ്മൾ കുറേ അധികം ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ അതുപോലത്തെ ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഇത്തവണ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ തിയറി ബേസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ആദ്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയുകയാണ്. ഓരോ ഫാക്കൽറ്റി ഓരോ രീതിയിലായിരിക്കും. ഞാൻ അതൊരു നോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായിട്ട്. അതിനുശേഷം ഈ നോട്ട്സിൽ നിന്നുള്ള കാര്യങ്ങൾ സ്ലൈഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലും എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഭാഗം വിടും, അവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ അപ്പോൾ വരുന്ന സമയത്ത് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അന്ന് പഠിപ്പിക്കേണ്ട കാര്യം നോക്കിയിട്ട് അത് എടുത്ത് സ്ലൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മുമ്പുള്ള സ്ലൈഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മളുടെ ഇപ്പോൾ KS ഭാഗമായിട്ട് എന്ത് കാണില്ലായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ കുറേ അധികം മലയാളം ടെക്സ്റ്റിൽ SCERT ടെക്സ്റ്റിൽ NCERT ടെക്സ്റ്റിൽ ഇതുപോലത്തെ ചിത്രങ്ങൾ ചിലപ്പോൾ കുറേ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അത് പറഞ്ഞിട്ട് ഇത് ടെക്സ്റ്റ് ബുക്കിലേതല്ലേ എന്ന് ആലോചിക്കേണ്ട. കാരണം KS എന്ന് പറയുന്നത് ഒരു UPSC മോഡലിൽ നടത്തുന്ന ഒരു എക്സാമിനേഷനാണ്. ടെക്സ്റ്റ് ബുക്ക് മാത്രം എന്ന് വിചാരിച്ചിരിക്കരുത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ അവർ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണോ ഐഡിയ, ആ ഭാഗത്ത് നിന്നുള്ള ഐഡിയ എന്താണോ അതാണ് നമുക്ക് ലഭിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അല്ലാതെ അതേ ലൈൻ അതുപോലെ മെമ്മറൈസ് ചെയ്ത് പോയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കില്ല തീർച്ചയായിട്ടും KS വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചിത്രങ്ങൾ ഇനി കാണുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് വിചാരിക്കേണ്ട, അത് ടെക്സ്റ്റ് ബുക്ക് എന്നല്ലേ എന്നൊന്നും വിചാരിക്കരുത്. ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് UPSC തലത്തിലുള്ള കുറേയധികം സൈറ്റുകളും മെറ്റീരിയലുകളും കവർ ചെയ്തിട്ട് അവയിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നത്. ഓക്കെ ആണല്ലോ? അതെന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. സോ പഴയത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള സ്ലൈഡുകളുടെ ഡിസൈനുകൾ അല്ലെങ്കിൽ സ്ലൈഡുകൾ, അതിലെ വിവരങ്ങൾ, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ KSന് വേണ്ടിയിട്ട് നമ്മൾ തരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്തരത്തിലുള്ള ഡൗട്ടുകൾ വേണ്ട. പല ആളുകളും അതൊക്കെ ചോദിക്കാറുണ്ട്, സാർ ഇത് ടെക്സ്റ്റ് ബുക്ക് എന്നല്ലേ, ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുന്നില്ലേ, SCERT കവർ ചെയ്യുമോ, NCERT കവർ ചെയ്യുമോ? ഇതെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള പിക്ചർ ഇല്ല എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കരുത്, അതില്ല എന്നൊന്നും വിചാരിച്ച് കളയരുത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, പോളണ്ടുകാരനായിട്ടുള്ള ജിയോളജിസ്റ്റ് ആയിരുന്നു, ഭൂമശാസ്ത്രത്തിനും വാനശാസ്ത്രത്തിനുമായിരുന്നു കോപ്പർനിക്കസ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. പക്ഷേ കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ അടുത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഡിസംബർ 2021 നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും കനേഡിയൻ സ്പേസ് ഏജൻസിയുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള പദ്ധതി എന്ന രീതിയിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സ്പേസ് ടെലിസ്കോപ്പ് വിക്ഷേപിക്കപ്പെടുന്നത്. ഇത് പോയിട്ട് ലഗ്രാഞ്ചെ പോയിന്റ് L2 നിൽക്കുന്നത്. ഇപ്പം നമ്മളുടെ ആദിത്യ നമ്മൾ അയച്ചിട്ടുണ്ട്. അതെവിടേക്കാണ് പോകുന്നത്, ലഗ്രാഞ്ചെ പോയിന്റ് 1 അയച്ചിരിക്കുന്നത്. എന്താണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് വെച്ചത്, രണ്ട് ബോഡികൾ, അത് ഏത് ബോഡികളോ ആയിക്കൊള്ളട്ടെ, രണ്ട് ബോഡികൾ തമ്മിൽ ഇങ്ങനെ അവ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അവ തമ്മിൽ ഒന്നൊന്നിനെ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇപ്പോൾ സൂര്യനും ഭൂമി എടുക്കുക, അവയുടെ ചുറ്റും ലഗ്രാഞ്ചെ പോയിന്റുകൾ ഉണ്ടാകും. ഈ ലഗ്രാഞ്ചെ പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അട്രാക്ഷനും അവരുടെ റിപ്പൾഷനും എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു പൊസിഷനാണ് അത്. അപ്പോൾ ഈ ഭാഗത്ത് എന്ത് ചെയ്യും, അത്യാവശ്യം വലിയ രണ്ട് പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലികളൊക്കെ ഏതാണ്ടൊന്ന് ബാലൻസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ബോഡിയെ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ വളരെ കുറച്ച് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഉപഗ്രഹത്തിനോ സ്പേസ് ടെലിസ്കോപ്പിനോ നിൽക്കാൻ സാധിക്കും. രണ്ടാമത് ഇവിടെ നിന്ന് പലപ്പോഴും L1 ഉണ്ടല്ലോ, L1 നമ്മൾ ആദിത്യയെ കൊണ്ട് വയ്ക്കാനുള്ള പ്രധാന കാരണം ഈ L1 പൊസിഷൻ ഈസ് സച്ച് എ വേ ദാറ്റ് നമ്മളുടെ എക്ലിപ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സമയത്തും എന്ത് ചെയ്യില്ല, നമുക്ക് സൂര്യനോടുള്ള ആ ഒരു വ്യൂ മറയില്ല. മനസ്സിലാവുണ്ടോ? സൂര്യനെ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതാണ് ലഗ്രാഞ്ചെ പോയിന്റ് 1 പ്രത്യേകത. അപ്പോൾ ഈ രീതിയിലുള്ള ലഗ്രാഞ്ചെ പോയിന്റുകളിൽ L2 ആരെ കൊണ്ടുപോയി വെച്ചത്, ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കൊണ്ടുപോയിട്ട് വെച്ചത്.
അപ്പോൾ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് അടിസ്ഥാനപരമായിട്ടൊരു ഇൻഫ്രാറെഡ് സ്പേസ് ടെലിസ്കോപ്പാണ്, വളരെ ശക്തമായിട്ടുള്ള ടെലിസ്കോപ്പാണ്. അപ്പോൾ ഇവർക്ക് നോക്കാൻ കഴിയും? വളരെ ദൂരങ്ങളിലെ ഗാലക്സികളെ കാണാൻ പറ്റും, വളരെ വളരെ ദൂരങ്ങളിലേക്ക്, ലൈറ്റ് ഇയേഴ്സിൻ്റെ അപ്പുറത്തേക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പലപ്പോഴും നോക്കി പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും? എത്രയോ കാലം മുമ്പ് നടന്ന കാര്യങ്ങൾ അവർക്ക് നിരീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ ചില ഗാലക്സികൾ, അതായത് ഞാൻ വളരെ ചുരുക്കിയിട്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ഇതെത്താൻ വേണ്ടിയിട്ട് 8.33 മിനിറ്റ്സോ മറ്റെടുക്കും അല്ലേ? 8 മണിക്കൂർ എത്ര സെക്കൻഡാ? 18 സെക്കൻഡോ അങ്ങനെ എന്തോ അല്ല, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. എത്രയോ സമയമാണ് എടുക്കാറുള്ളത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ സൂര്യനിൽ കാണുന്നു, ഇപ്പം നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യനെ കാണുമ്പോൾ അതിപ്പോഴുള്ള സൂര്യൻ്റെ അവസ്ഥയാണോ? അല്ല, അത് 8 മിനിറ്റ് മുമ്പുള്ള സൂര്യൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം 8 മിനിറ്റ് മുമ്പ് അവിടുന്ന് വന്ന ലൈറ്റ് ഇപ്പോഴാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഈ ലൈറ്റ്. അപ്പോൾ 8 മിനിറ്റ് മുമ്പത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇത്രയും അടുത്തുള്ള സൂര്യൻ്റെ കാര്യം അല്ലേ? അപ്പോൾ അടുത്ത ഒരു എന്താ പറയുക നക്ഷത്രം എന്ന് പറയുന്നത് ലൈറ്റ് ഇയേഴ്സിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ സൂര്യൻ്റെ തൊട്ടടുത്ത നക്ഷത്രത്തിനെ നോക്കിയിട്ട് അതിനെ കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമ്മൾ കാണുന്നു ഈ നക്ഷത്രം. നിങ്ങൾ ആലോചിക്കുക, 2 പ്രകാശവർഷം അകലെയാണെന്നുണ്ടെങ്കിൽ പ്രകാശം ഇവിടെ എത്താൻ എത്ര സമയം എടുത്തു എന്നതിൻ്റെ അർത്ഥം? 2 വർഷം എടുത്തു എന്ന അർത്ഥം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്റ്റാർ 2 പ്രകാശവർഷം അകലെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ സ്റ്റാറിൻ്റെ അവസ്ഥ 2 വർഷം മുമ്പുള്ള അവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആ സ്റ്റാർ എന്ത് ചെയ്തു? പ്രകാശിക്കൽ നിർത്തി വിചാരിക്കൂ. നമ്മളിപ്പോൾ അറിയുമോ? അത് അറിയില്ല. നമ്മൾ 2 വർഷം കഴിയും പ്രകാശം നിന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ രാത്രി പോയി ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ എന്ത് മനോഹരമായ നക്ഷത്രങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ കാണുന്നത് പാസ്റ്റാണ്. ചിലപ്പോൾ ഒരു 50 പ്രകാശവർഷം അകലെയുള്ള ഒരു 50 ലൈറ്റ് ഇയർ അപ്പുറത്തുള്ളൊരു നക്ഷത്രത്തിനെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ. അതിനർത്ഥം എന്താ? നിങ്ങളിപ്പോൾ കാണുന്നത് പലരും നിങ്ങളല്ല, ഞാനുൾപ്പെടെയുള്ള നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പുറപ്പെട്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 50 വർഷം മുമ്പ് നടന്ന കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയാറുള്ളത്, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? നമ്മൾ ഭൂതകാലത്തിനെയാണ്, പാസ്റ്റിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ജെയിംസ് വെബ് പോലത്തുള്ള അതിശക്തമായ ടെലസ്കോപ്പ് കൊണ്ട് പ്രകാശവർഷങ്ങൾ അപ്പുറത്തേക്ക് പോയി നോക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? ചിലപ്പോൾ മില്യൺസ് ഇയേഴ്സ് മുമ്പ് സംഭവിച്ച ഒരു ഗാലക്സി ഫോം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ വെളിച്ചം, അതിൻ്റെ എന്തെങ്കിലും തരംഗങ്ങൾ എത്തുന്നത് ഇപ്പോഴായിരിക്കും ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? പണ്ട് അവിടെ ഫോം ചെയ്ത ഗാലക്സി ഫോം ചെയ്യുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സിഗ്നലുകളിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ അതിഭയങ്കരമായ ശക്തിയുള്ള ഈ ടെലസ്കോപ്പ് ഒരുപാട് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം എന്തായിരുന്നു? ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഈ വർഷം തുടക്കത്തിൽ 6 സൂപ്പർ മോൺസ്റ്റർ ഗാലക്സികൾ കണ്ടുപിടിച്ചു. 6 വളരെ വലിയ ഗാലക്സികൾ കണ്ടുപിടിച്ചു. ഏതാണ്ട് ബിഗ് ബാങ്ങിന് ശേഷം ഒരു 500 മുതൽ 700 മില്യൺ വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുകയാണ്? ഈ ഗാലക്സികൾ ഫോം ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തുന്നത്. ഇത് നമ്മളുടെ നിലവിലുള്ള ഗാലക്സി ഫോം ചെയ്തു എന്ന് കരുതുന്ന ടൈം ലൈനിനെയും അതിൻ്റെ രീതികളെയൊക്കെ ചോദ്യം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പുതിയതായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ ഒക്കെ നമുക്ക് മനുഷ്യർക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായ കൂട്ടുകാർക്ക്? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടും കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നക്ഷത്രങ്ങളുടെ ലൈഫിലേക്ക് പോവുകയാണ്. നക്ഷത്രങ്ങളുടെ ലൈഫിലേക്ക്. അപ്പോൾ നമ്മൾ നക്ഷത്രങ്ങളുടെ രൂപീകരണം ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ? ഇതെന്താ? ഇതൊക്കെ നെബുലയാണ്. ഈ കാണുന്നതൊക്കെ എന്താണ്? നെബുലയാണ്. ഇവിടെ നടുവിൽ എന്തായി? ഡെൻസിറ്റി ഡിഫറൻസ് കാരണം ചെറിയൊരു കോർ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും പോർഷനിൽ നിന്നുള്ള കാര്യങ്ങൾ മൊത്തം എങ്ങോട്ട് വന്നു? ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു, അട്രാക്ട് ചെയ്ത് എടുക്കപ്പെട്ടു. മനസ്സിലാവുണ്ടോ? എന്നിട്ട് അതെന്ത് ചെയ്തു? ഫ്രിക്ഷൻ കാരണം ഇടിച്ചിടിച്ച് ചൂട് കൂടാൻ തുടങ്ങി. ഇതൊരു ഡിസ്ക് ഫോമിൽ എന്ത് ചെയ്തു? കറങ്ങാൻ തുടങ്ങി. കറങ്ങി എന്തുണ്ടാവുന്നു? പതുക്കെ കൃത്യമായിട്ടൊരു കോർ ഫോർമേഷൻ ഉണ്ടാകുന്നു. സ്റ്റാർ ജനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഫ്യൂഷൻ ഇൻ ദ കോർ എന്താണ്? ഹൈഡ്രജൻ എന്ത് ചെയ്യുകയാണ്? വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ ഈ ഫ്രിക്ഷൻ നടന്ന് കറങ്ങി ടെമ്പറേച്ചർ എത്രത്തോളം എത്തണം? മില്യൺസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആകണം. മില്യൺസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹീലിയമായി മാറി തുടങ്ങും. മനസ്സിലാവുണ്ടോ? ഈ രീതിയിലാണ് പതുക്കെ പണ്ട് ഹൈഡ്രജൻ മാത്രമാണ് ഉണ്ടായിരുന്ന നെബുല. ഹൈഡ്രജനിൽ നിന്ന് പിന്നീട് ബാക്കി എല്ലാ മൂലകങ്ങളും ഉണ്ടായി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നാണ് ഹീലിയം ഉണ്ടാകും. അതിനും അപ്പുറത്തേക്കുള്ള
ടെമ്പറേച്ചറിലേക്കും എന്താ പറയുക പ്രഷറിലേക്കും പോകുന്ന സമയത്ത് ഹീലിയം എന്തായി മാറുന്നുണ്ട്, പലപ്പോഴും ഹെവി മെറ്റൽസ് ആയിട്ട് കാർബൺ പോലെയുള്ളവ ഉണ്ടാകും, ഓക്സിജൻ പോലെയുള്ളവ അതിലും കൂടുതലായി ചില അപൂർവ സന്ദർഭങ്ങളിൽ ഓക്സിജനിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങളിൽ കൂടി തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും വിവിധ മൂലകങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നോക്കൂ ഈ വളരെ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഇത് കണ്ടോ, ഈ കറുത്ത മേഘങ്ങൾ പോലെയുള്ളവ എന്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അടുപ്പിക്കപ്പെടുന്നത് കാണുന്നുണ്ടോ? ഞാൻ ഈ വരയ്ക്കുന്ന ലൈനിൽ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവയൊക്കെ എന്ത് ചെയ്യുകയാണ്, ഈ പുറമേയുള്ള ഈ ഒരു നെബുലായി ക്ലൗഡിൽ നിന്ന് ചെയ്യുകയാണ്, ഇവയൊക്കെ എന്ത് ചെയ്യുകയാണ്, ഈ ഭാഗത്തേക്ക് വലിച്ച് അടുപ്പിക്കപ്പെടുകയാണ്. ഈ ബ്ലാക്ക് കണ്ടോ, ഇതെന്തായിരിക്കും, ഇത് ഈ ഹൈഡ്രജൻ ഗ്യാസും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഒക്കെ ആയിട്ടുള്ള എന്താണ് ആ ഒരു നെബുലായി ക്ലൗഡാണ്. അതിനെന്ത് ചെയ്യുകയാണ്, അത് ഈ കോറിലേക്ക് ഈ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് കാരണം, ഗ്രാവിറ്റേഷണൽ ഡിഫറൻസ് വന്നത് കാരണം എന്താണ് ഇതിലേക്ക് അടുപ്പിക്കപ്പെടുകയും ഇങ്ങനെ ആ പ്രവർത്തനത്തിലേക്ക് എന്താണ് തുടർച്ചയായിട്ട് പങ്കെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവസാനം ഈ ടെമ്പറേച്ചറിലേക്ക് എത്തുമ്പോൾ ഫ്യൂഷൻ ആരംഭിക്കും, ഹൈഡ്രജൻ എന്തായി മാറി തുടങ്ങും, ഹീലിയമായിട്ട് കൺവേർട്ടാക്കി തുടങ്ങും. ഇനി നമ്മളുടെ ഒരു സ്റ്റാർ ഫോർമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്നൊരു ഭാഗം. ഏതാണ് പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്ന ഭാഗം? പ്രോട്ടോസ്റ്റാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അടിസ്ഥാനപരമായിട്ട് എന്താ അതിൻ്റെ പ്രത്യേകത അറിയോ? കോർ ഫോർമേഷൻ മുഴുവനായിട്ടില്ല. എന്തായിട്ടില്ല? ദ കോർ ഫോർമേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. മനസ്സിലാവുണ്ടോ? ദ കോർ ഈസ് നോട്ട് യെറ്റ് ഹോട്ട് ഇനഫ് ഫോർ ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ നടന്ന ഫ്യൂഷൻ പ്രോസസ്സില്ലേ, ഈ ഫ്യൂഷൻ പ്രോസസ്സ് നടക്കാൻ, അത് തുടങ്ങാനുള്ള ലെവൽ ഓഫ് ടെമ്പറേച്ചറിലേക്ക് എന്തായിട്ടില്ല, ആ സ്റ്റാർ എത്തുന്നേ ഉള്ളൂ, കോർ ആവുന്നതേ ഉള്ളൂ. അതിനെയാണ് പ്രോട്ടോസ്റ്റാർ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഈ പ്രോട്ടോസ്റ്റാറുകൾ അടിസ്ഥാനപരമായിട്ട് ഇവയുടെ ചുറ്റും എന്തായിരിക്കും, അതായത് ഇത് നടക്കുന്നേ ഉള്ളൂ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ വരാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, അതിനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഇതൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, ഇതിൻ്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസും മറ്റും എന്തായിരിക്കും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഫുൾ ബ്ലോക്ക് ആയി കിടക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് വരില്ല. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മളുടെ വിസിബിൾ സ്പെക്ട്രം വെച്ചിട്ട്, നമ്മളുടെ ഒരു വിസിബിൾ സ്പെക്ട്രത്തിൽ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവയെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല, പ്രോട്ടോസ്റ്റാറുകളെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അവസാനം എന്ത് ചെയ്യും, ഈ പ്രവർത്തനം നടന്ന് ഈ പ്രോട്ടോസ്റ്റാറിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇങ്ങനെ ചൂട് കൂടിയിട്ട് എന്തിലേക്ക് എത്തേണ്ടതുണ്ട്, ഫ്യൂഷൻ ആരംഭിക്കും. 1,000,000 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് എത്തുന്ന സമയത്ത് പതുക്കെ എന്ത് ചെയ്യും, പതുക്കെ ഫ്യൂഷൻ ആരംഭിക്കും. എന്നിട്ട് എന്താരംഭിക്കും, ദ മെയിൻ സീക്വൻസ് ഓഫ് ദ സ്റ്റാർ ലൈഫ് ആരംഭിക്കും. ദ മെയിൻ സീക്വൻസ് എന്ത് ചെയ്യും, ആരംഭിക്കും. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അങ്ങനെ ഉള്ള ഒരു മെയിൻ സീക്വൻസ് ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യത്തെ ആളാണ് ആര്, റെഡ് ജയൻ്റ് എന്ന് പറയുന്നത്. ആരാണ്? റെഡ് ജയൻ്റ്. എന്താണ് റെഡ് ജയൻ്റ് എന്നറിയോ നിങ്ങൾക്ക്? അതായത് ഈ നമ്മളൊരു മെയിൻ സീക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ പല പല ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ലിറ്ററലി അത് ഫ്യൂഷൻ തുടങ്ങിയ ശേഷം ഒരു പ്രോപ്പർ സ്റ്റാറായി മാറിയതിന് ശേഷമുള്ള ഏറ്റവും എന്താ പറയുക, വെളിച്ചം കുറഞ്ഞ ഒരു ഫെയിൻറ്റസ്റ്റ് സമയമാണ് ഏത്, റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത്. റെഡ് ജയൻ്റ് അല്ല, ഞാൻ റെഡ് ജയൻ്റിലാണ് വരച്ചത്, ക്ഷമിക്കണം. റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? തെറ്റിക്കരുത്, ഞാൻ പെട്ടെന്ന് വരച്ചത് അവിടെയായി പോയി. ഇതിൽ നിലവിലെ ഫെയിൻറ്റസ്റ്റ് ഘട്ടമാണ് ഏത്, റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മളുടെ സൂര്യൻ്റെ ഒരു 1000-1 ബ്രൈറ്റ്നസ് ഒക്കെ എന്തുണ്ടാവുള്ളൂ, ഈ റെഡ് ഡ്വാർഫിനുണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അവയ്ക്ക് നമുക്ക് സാധാരണ നേക്കഡായി വെച്ചിട്ട് ഇവയെ കാണാൻ സാധിക്കില്ല. ഇവിടെ സർഫേസ് ടെമ്പറേച്ചർ വരെ മാക്സിമം എത്രയ്ക്കേ വരുള്ളൂ, 4000 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഇവരുടെ സർഫേസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം വരികയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മുടെ ആകാശഗംഗയില്ലേ, ആകാശഗംഗയിലെ 3/4 ഓഫ് ദ സ്റ്റാറുകൾ, 3/4 ഓഫ് ദ എന്താ പറയുക മിൽക്കി വേ ഈസ് ബിലീവ്ഡ് ടു ബി റെഡ് ഡ്വാർഫ്സ്. മനസ്സിലാവുന്നുണ്ടോ? റെഡ് ഡ്വാർഫുകളാണ്, ചുവന്ന കുള്ളൻ എന്ന് പറയും, ചുവന്ന കുള്ളൻ. റെഡ് ഡ്വാർഫുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവയെ അടിസ്ഥാനപരമായിട്ട് 3/4 ഓഫ് നമ്മുടെ ഹോൾ മിൽക്കി വേ ഗാലക്സിയിൽ റെഡ് ഡ്വാർഫുകളാണ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മളുടെ ഏറ്റവും അടുത്തുള്ള, സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രോക്സിമ സെഞ്ചുറി. ഏതാണ്? പ്രോക്സിമ സെഞ്ചുറിയാണ് ഏറ്റവും അടുത്തുള്ള നമ്മളുടെ നക്ഷത്രം. ഈ പ്രോക്സിമ സെഞ്ചുറി എന്താണ്, ഒരു റെഡ് ഡ്വാർഫാണ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മളുടെ റെഡ് ഡ്വാർഫ് എന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ മെയിൻ സീക്വൻസ് തുടങ്ങുന്ന റെഡ് ജയൻറ്റിലൂടെയാണ് പോവുക. അതിന് മുമ്പായിട്ട് ഒരു റെഡ് ഡ്വാർഫ് എന്നുള്ള പേര് കൂടി പറഞ്ഞതാണ്. റെഡ് ജയൻറ്റിലേക്ക് നമ്മൾ വരും. റെഡ് ഡ്വാർഫ് എന്താണ്? റെഡ് ഡ്വാർഫ് ഒരു എന്താ പറയുക, ഈ സ്റ്റാറുകളുടെ ഫോർമേഷൻ്റെ ഒരു ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, അതിൽ ഏറ്റവും ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ് ഏത്, റെഡ് ഡ്വാർഫ് എന്ന് പറയുന്നത്. എത്ര ബ്രൈറ്റ്നസ്സാ? 1/1
1000, അതായത് 1000 ബ്രൈറ്റ്നസ് മാത്രമേ ഇതിനുള്ളൂ എന്ന കാര്യം ആലോചിക്കുക. ദേ ആർ നോട്ട് വിസിബിൾ ടു നേക്കഡ് ഐ. നമ്മളുടെ സാധാരണ വെറുതെയുള്ള നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല, കാരണം വളരെ കുറവ് ബ്രൈറ്റ്നസ്, ലോ ലൂമിനിസിറ്റിയാണ് അവയ്ക്കുള്ളത്. സർഫേസ് ടെമ്പറേച്ചർ 4000°C വരെയൊക്കെയാണ് ഉണ്ടാവുന്നത്. മിൽക്കി വേയിൽ, ആകാശഗംഗയിൽ 3/4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? മിൽക്കി വേ ഈസ് ബിലീവ് ടു ബി ഓഫ് റെഡ് ഡ്വാർഫ്സ്. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത് ദ ക്ലോസസ്റ്റ് സ്റ്റാർ, നമ്മൾ ഏറ്റവും അടുത്തത് ക്ലോസസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി എങ്ങനെയാണ്? അതൊരു റെഡ് ഡ്വാർഫ് ആണ് എന്ന് കൂടി കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. ഇനി റെഡ് ജയൻറ്റ് എന്താ അറിയോ നിങ്ങൾക്ക്? റെഡ് ജയൻറ്റ് അതായത് പിന്നീട് സ്റ്റാർ എന്തായി? സ്റ്റാർ ഇങ്ങനെ ഫ്യൂഷൻ തുടങ്ങി കത്തി നിൽക്കുകയാണ്. സ്റ്റാറിൻ്റെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നിട്ട് ആ സ്റ്റാർ ലൈഫിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജ്, ടുവേർഡ്സ് അവസാനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്താണ് റെഡ് ജയൻറ്റ് എന്ന പേരിലാകുന്നത്. ഇത് ഏതാണ്ട് ഒരു റെഡ് ജയൻറ്റ് എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു സൂര്യനേക്കാളും ഒരു 10 to 100 ടൈംസ് വലിപ്പമുള്ളതാണ് ഈ റെഡ് ജയൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ പക്ഷേ ഇത്രയും വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ സർഫേസ് ടെമ്പറേച്ചർ സൂര്യനേക്കാളും എന്തായിരിക്കും? കുറച്ച് കുറവായിരിക്കും. ആ വലിപ്പത്തിൻ്റെ ഒരു കാര്യം കാരണമാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? റെഡ് ജയൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇവർ പതുക്കെ നമ്മളൊരു കോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ കോറിൽ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ എന്ത് ചെയ്യുകയാണ്? ഹീലിയമായിട്ട് മാറുകയാണ്. അവസാനം കുറേ കാലം ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ദിസ് പെർട്ടിക്കുലർ റെഡ് ജയൻറ്റ് റൺസ് ഔട്ട് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ അറ്റ് ഇറ്റ്സ് കോർ. മനസ്സിലാവുണ്ടോ? ഹൈഡ്രജൻ ഫ്യൂവൽ എന്ത് ചെയ്യും? അതിൻ്റെ കോറിലുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ എന്ത് ചെയ്യും? അവസാനിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്കും. പക്ഷേ സ്റ്റിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ള രീതിയിൽ വെച്ച് എന്ത് ചെയ്യും? ഈ ഒരു കോറില്ലേ, കോറിന് ചുറ്റും ഒരു ഷെല്ലുണ്ടാവും. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെന്ന് നിർബന്ധമില്ല. ഇതിന് ചുറ്റും ഒരു ഷെല്ലുണ്ടാവുകയും ആ ഷെല്ലിൽ, അതായത് കോറിലാണല്ലോ ഇത് നടക്കുക, ശരിക്കും ഹൈഡ്രജൻ ടു ഹീലിയം നടക്കേണ്ടത് കോറിലാണല്ലോ. അതിന് പുറമെ എന്തായിരിക്കും? കോറിലെ ഹൈഡ്രജൻ കഴിഞ്ഞു, എന്നിട്ട് അതിന് പുറമേയുള്ളൊരു ഹൈഡ്രജൻ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിൽ എന്ത് ചെയ്യും? ഹീലിയത്തിലേക്കുള്ള കൺവേർഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നടക്കും. ഇതെന്തിലേക്ക് നയിക്കും? ഇത് ഈ ഭാഗം എക്സ്പാൻഡായിട്ട് വരാൻ കാരണമാകും. അങ്ങനെയാണിത് റെഡ് ജയൻറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? ഒരു പേരാവുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ദർ വിൽ ബി എ ഷെൽ അറൗണ്ട് ദിസ് കോർ. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഡീജനറേറ്റ് ഹീലിയം കോറിന് ചുറ്റും എന്തുണ്ടാകും? ഈ ഒരു എക്സ്പാൻഷൻ സംഭവിക്കും. ഈ ഒരു പ്രവർത്തനം അതിന് ചുറ്റും പുറത്തുള്ള ഹൈഡ്രജൻ്റെ ഈ ഒരു കൺവേർഷൻ കാരണം അങ്ങനെ ഒരു എക്സ്പാൻഡഡ് ആകും. എന്തിന്? വോളിയം എന്ത് ചെയ്യും? എക്സ്പാൻഡായിട്ട് വരും. അപ്പോൾ എല്ലാത്തിനെയും നടുക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റി ഇങ്ങനെ വലിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്താവും? എഗെയിൻസ്റ്റ് ദിസ് ഗ്രാവിറ്റി എന്ത് ചെയ്യും? അത് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. എന്നിട്ട് അവസാനം എന്തുണ്ടാകും? ചില സമയങ്ങളിൽ, നമ്മൾ നേരത്തെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താകും ചില സമയങ്ങളിൽ ഈ ഒരു കാര്യം ഇങ്ങനെ പോയിട്ട് അവസാനം ടെമ്പറേച്ചർ വിൽ ക്രോസ് എ ലിമിറ്റ്. ആ സമയത്ത് എന്ത് സംഭവിക്കും അറിയോ നിങ്ങൾക്ക്? ചില സമയത്ത് ഈ ഹീലിയം ഹീലിയം ആദ്യം ഓക്സിജൻ അല്ല, ഹീലിയം ആദ്യം എന്തായി മാറും? ഹെവി മെറ്റൽസ് ആയിട്ട്, കാർബൺ ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ആകും. മനസ്സിലാവുന്നുണ്ടോ? ഹീലിയം എന്താകും? ഹീലിയം മേ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഹെവി മെറ്റൽസ് സച്ച് ആസ് കാർബൺ. ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാകുന്നത്? പല എലമെൻറ്റുകളും പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ചില സ്പെഷ്യൽ കേസുകളിൽ വീണ്ടും ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഓക്സിജൻ ഉണ്ടാകാറുണ്ട്, അയേൺ ഒക്കെ ഉണ്ടാകാറുണ്ട് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തായി? ഈ ചൂട് കൂടുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. അവസാനം എന്തുണ്ടാവുന്നുണ്ട്? മിക്കവാറും എന്താ പറയുന്നത്, സ്റ്റാറുകൾക്കൊന്നും ദേ ഡോണ്ട് ഹാവ് ഇനഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു കാർബണൊക്കെ ആയിക്കഴിഞ്ഞാൽ കാർബൺ ഒരു ഹെവി മെറ്റലായി മാറിയല്ലോ. അപ്പോൾ ഹീലിയത്തിൽ കാർബൺ വന്നു. ഇനി ഇതിനെയും കൂടിയിട്ട് എന്താ പറയുക? പ്രഷറും ടെമ്പറേച്ചറും കൂട്ടിയിട്ട് മറ്റുള്ളവയിലേക്ക് മാറ്റാനുള്ള അത്രയ്ക്കുള്ള ഒരു എനർജി പലപ്പോഴും പല സ്റ്റാറുകൾക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്യൂഷൻ എന്ത് ചെയ്യും? അവസാനം സ്റ്റോപ്പ് ആവും. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെ എന്ത് സംഭവിക്കും? ഈ രീതിയിൽ ഫ്യൂഷൻ എന്ത് ചെയ്യും? അവസാനിക്കും. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും അറിയോ? ഈ റെഡ് ജയൻറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നില്ലേ? ഈ റെഡ് ജയൻറ്റിന് ചുറ്റുമുള്ള ഈ എക്സ്പാൻഡായിട്ട് പുറമേക്ക് വന്നില്ലേ? അതിന് ചുറ്റുമുള്ള ഒരു ഔട്ടർ ലെയർ ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റിൻ്റെ എന്തുണ്ട്? ഒരു ഔട്ടർ ലെയർ ഉണ്ടാകും. ഈ ഔട്ടർ ലെയർ എന്ത് ചെയ്യും? അത് പുറന്തള്ളപ്പെടും. ഈ ഔട്ടർ ലെയറിനെയാണ്, ഈ റെഡ് ജയൻറ്റിൻ്റെ അപ്പുറത്തുള്ള ഈ ഔട്ടർ ലെയറിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ പ്ലാനറ്ററി നെബുല എന്ന് വിളിക്കുന്നത്. പ്ലാനറ്ററി നെബുല. അപ്പോൾ റെഡ് ജയൻറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ആയി പോയിട്ട് ഒരു പിക്ചറിലൂടെ കാണിച്ചു തരാം അപ്പുറത്ത്.
നോക്കൂ, റെഡ് ജയൻ്റ് ആയിരുന്നു, അതിങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് കോർ എന്ത് ചെയ്യും, കോർ ഡീജനറേറ്റ് ആയി തുടങ്ങുന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കോറിലുള്ളത് അവസാനിക്കും, പിന്നെ പുറമേയുള്ള ഹീലിയത്തിനെ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള തുടങ്ങും, അങ്ങനെ ചുട്ടുപഴുത്ത് അവസാനം എന്ത് ചെയ്യും, പുറമേ എന്ത് ചെയ്യും, ഒരു ഡസ്റ്റ് ആൻഡ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്, അത് ഇതിന് പുറമേയുള്ള ഈ കാണുന്ന പച്ച നിറത്തുള്ള ഈ ഭാഗം, ഇതാണ് എന്ത്, പ്ലാനറ്ററി നെബുല എന്നറിയപ്പെടുന്നത്. ഇതെന്ത് ചെയ്യും, ഇതങ്ങ് പൊട്ടിയിട്ട് വെളിയിലേക്ക് അങ്ങോട്ട് പോകും. മനസ്സിലാവുണ്ടോ? എന്നിട്ട് എന്ത് ബാക്കിയാവും, ഒരു വൈറ്റ് ഡ്വാർഫ് ബാക്കിയാകും. എന്ത് ബാക്കിയാകും, ഒരു വൈറ്റ് ഡ്വാർഫ് ബാക്കിയാകും. വൈറ്റ് ഡ്വാർഫ് എന്താണ്? വൈറ്റ് ഡ്വാർഫ് ഇറ്റ്സ് എ സ്മോൾ വൈറ്റ് സ്റ്റാർ, ഒരു കുഞ്ഞു വെള്ള നിറത്തിലുള്ള നക്ഷത്രമാണ്. ഇതിൻ്റെ ന്യൂക്ലിയർ സപ്ലൈസ് ഒക്കെ എന്താണ്, ദേ ആർ ഓൾ യൂസ്ഡ് അപ്പ്. ഇതിൻ്റെ ഉള്ളിൽ എന്തില്ല, ഇനി ഫ്യൂഷൻ നടക്കുന്നില്ല, യൂസ്ഡ് അപ്പ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിൻ്റെ ഉള്ളിലുള്ളത് ആകെക്കൂടി ഡീജനറേറ്റ് മാറ്റർ ആണ്, വളരെ ഹൈ ഡെൻസിറ്റി ഉള്ള ഡീജനറേറ്റ് മാറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഡീജനറേറ്റ് മാറ്റർ എന്ന് വെച്ചാൽ അതിന് മുന്നിൽ ഡീജനറേറ്റ് സ്റ്റാർ എന്താണെന്ന് കൂട്ടുകാർക്കൊന്ന് മനസ്സിലാക്കിയത് കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഫ്യൂഷൻ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ റെഡ് ജയൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറമേയുള്ള ഹൈഡ്രജനെ പിന്നീട് ബാക്കിയുള്ള, അതായത് കോറിലുള്ള എല്ലാ ഫ്യൂലും കഴിഞ്ഞു, അതിന് ചുറ്റുമുള്ളൊരു ഷെല്ല് ഉണ്ടാവുമെന്നും ആ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള എന്താണ്, ഹൈഡ്രജനെ ഹീലിയാക്കി മാറ്റുന്നൊക്കെ പറഞ്ഞില്ലേ, എക്സ്പാൻഷൻ നടക്കും. ഈ എക്സ്പാൻഷൻ പുറമേക്ക് നടക്കുന്നത് ഇതിൻ്റെ എന്താ പറയുക, ഒരു ഗ്രാവിറ്റിയെ മറികടന്നുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവസാനം ഈ ഫ്യൂഷനൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇനി ഇങ്ങനെ ഒന്നും നടക്കാനില്ലാത്ത സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഗ്രാവിറ്റിക്കെതിരാണ് നടക്കുന്നത്, ഗ്രാവിറ്റി അവസാനം എന്ത് ചെയ്യും, ഗ്രാവിറ്റിയെ ഇനി മറികടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ചുറ്റുമുള്ള എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, കൊളാപ്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കൊളാപ്സ്, ഈ ഗ്രാവിറ്റി കാരണം കൊളാപ്സ് ചെയ്യുന്നത് കഴിഞ്ഞാലാണ് എന്താവുന്നത്, ഇതിനെ ഡീജനറേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ഉള്ളിലേക്കുള്ള വലിവാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ ഒരു ആറ്റത്തിൽ എങ്ങനെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഷെല്ലിൽ എന്തുണ്ടാകും, കൃത്യമായ ഷെല്ലുകളുണ്ട് അല്ലേ, അതിൻ്റെ ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിക്കും, ഈ ശക്തമായിട്ടുള്ള വലിവ് കാരണം ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോണുകളെ ഫോഴ്സ് ചെയ്യും. എന്നിട്ട് സാധാരണ ഒരു ആറ്റം, ശരിക്കും ഒരു ആറ്റത്തിന് ഇത്ര സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് ആ ഒരു ആറ്റം ഇത്രയും സ്പേസ് മാത്രമേ എടുക്കുകയുള്ളൂ. ഇങ്ങനെ എല്ലാ ആറ്റങ്ങളും ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിനെയാണ് അങ്ങനെ എന്താ പറയുക, ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു കയറിയിട്ട് വരുന്ന മാറ്ററിൻ്റെ ഒരു സ്റ്റേജിനെ കൂടിയാണ് ഡീജനറേറ്റ് മാറ്റർ എന്നൊക്കെ പറയാറുള്ളത്. ഈ രീതിയിൽ ഇങ്ങനെ കൊളാപ്സായി ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, അതിശക്തമായ ഡെൻസിറ്റിയിൽ നിൽക്കുന്ന ഒരവസ്ഥ കൂടിയാണ് ഏത്, വൈറ്റ് ഡ്വാർഫ് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. നമ്മളുടെ നക്ഷത്രമായിട്ടുള്ള സൺ അവസാനം എന്തായിട്ട് മാറും, ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറും എന്ന കാര്യം കൂടി കൂട്ടുകാരെന്ത് ചെയ്തോളൂ, ആലോചിച്ചോളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഏത്, വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റ് ഡ്വാർഫ് എന്താണ്, ലോവസ്റ്റ് എനർജി ലെവലിലേക്ക് എന്താണ്, ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, പുഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെയും താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ ഒരു ആറ്റം ഉണ്ട്, ഇതിൻ്റെ ഇതൊക്കെയാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഇലക്ട്രോൺ, ഇവിടെ നിൽക്കുന്ന ഇലക്ട്രോണെ ഇങ്ങോട്ട് പുഷ് ചെയ്തു, അപ്പോൾ ഇത്ര ഭാഗം എടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് ഏതെന്ന് പറഞ്ഞത്, വൈറ്റ് ഡ്വാർഫിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പഠിക്കും ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട്. ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും, ഈ അതിശക്തമായിട്ടുള്ള ഡെൻസിറ്റി കാരണം ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും എന്ത് ചെയ്യും, ഒന്നിപ്പിക്കും. മനസ്സിലാവുണ്ടോ? എന്നിട്ട് എന്താകും, അവ ന്യൂട്രോൺസ് ആയിട്ട് മാറും. ബ്ലാക്ക് ഹോൾ എന്താണ്, ഈ ന്യൂട്രോണുകൾ കൂടി എന്താകും, കൊളാപ്സ് ആകും. അതാണ് ഏത് വരുന്നത്, ബ്ലാക്ക് ഹോളുകൾ വരുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് കാണാം. ഇതാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാണ്. ഇനി കഥ പറയുന്നതിനേക്കാൾ മുന്നേ എന്ത് ചെയ്യാം, ഒരു പിക്ചർ കാണിച്ചു തരാം. അതായത് നമ്മളൊരു ആവറേജ് സ്റ്റാർ, സൂര്യനെ പോലെയുള്ള ഒരു ആവറേജ് സ്റ്റാറാണ് ഈ രീതിയിൽ റെഡ് ജയൻ്റായി മാറുകയും പിന്നീട് എന്താണ്, അവയ്ക്ക് ചുറ്റുമുള്ള എക്സ്പാൻഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട് പ്ലാനറ്ററി നെബുല അതിൽ നിന്ന് വിട്ടുപോവുകയും പിന്നീട് അത് വൈറ്റ് ഡ്വാർഫായിട്ട് മാറുകയും ചെയ്യും എന്ന് പറഞ്ഞത്. പക്ഷേ ചിലവ വളരെ മാസീവായിട്ടുള്ള സ്റ്റാറുകളായിരിക്കും. മാസീവ് സ്റ്റാർ ആവുന്നത് കൊണ്ട് തന്നെ ഇവയുടെ എന്തായിരിക്കും, ഗ്രാവിറ്റേഷണൽ ശക്തി കൂടുതലായിരിക്കും, അവയുടെ ഉള്ളിലുള്ള എമൗണ്ട് ഓഫ് എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപൂർവ്വം ഈ പ്ലാനറ്ററി നെബുല പുറമേ ഉള്ളൊരു കുപ്പായം ഊരിയിട്ട് അതങ്ങോട്ട് ഊരി കളയുന്ന പോലെ പതുക്കെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, ഈ നക്ഷത്രം അവസാനിക്കില്ല. ഇത് സൂപ്പർ റെഡ് ജയൻ്റായിട്ട് കത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വിസ്ഫോടനം, ആ വിസ്ഫോടനത്തിനെയാണ് സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ആ വിസ്ഫോടനത്തിനെയാണ് ഒരു വയലൻ്റ് എക്സ്പ്ലോസീവ് ഡെത്ത് ഓഫ് എ സ്റ്റാർ, മനസ്സിലാവുന്നുണ്ടോ, വളരെ എക്സ്പ്ലോസീവ് വയലൻ്റ് ഡെത്ത് ഓഫ് എ സ്റ്റാർ, പൊട്ടിത്തെറിച്ചങ്ങോട്ട് എന്താണ് അവസാനിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സൂപ്പർനോവ എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷൻസ് നമ്മളിപ്പോൾ നമ്മുടെ ജെയിംസ് വെബ് ഉൾപ്പെടെയുള്ള എന്താ പറയുന്നത്, നമ്മളുടെ ദൂരദർശിനികൾ, ടെലിസ്കോപ്പുകൾ, അതുപോലെ തന്നെ ലിഗോയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലിഗോയെ പോലെയുള്ള ഇടങ്ങൾ, ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവർക്ക് ഇത്തരത്തിലുള്ള സൂപ്പർനോവ എക്സ്പ്ലോഷൻസിൽ നിന്നും വരുന്ന വേവുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്.
ആൻഡ് ഈ സൂപ്പർനോവ സ്ഫോടനം എന്താ, ഒരു നക്ഷത്രത്തിൻ്റെ മരണമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഷോക്ക് വേവുകൾ ഇറ്റ് വിൽ ട്രിഗർ എ കണ്ടൻസേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് ആ നെബുലയുടെ ഉള്ളിൽ, അതായത് ചുറ്റും, അതായത് ഈ പ്ലാനറ്ററി നെബുല ഉൾപ്പെടെ ഇങ്ങനെ പോയിട്ടുള്ള ഒരുപാട് നെബുലായിക് ആയിട്ടുള്ള ഈ ഗ്യാസ് ഹൈഡ്രജൻ ഫോർമേഷൻസ് ചുറ്റും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഷോക്ക് വേവുകൾ വിൽ ബി ദാറ്റ് മച്ച് സ്ട്രോങ് ദാറ്റ് ദ കണ്ടൻസേഷൻ ഹാപ്പൻസ് ഇൻ ദിസ് നെബുല. അത് നടന്നാൽ എന്താ സംഭവിക്കുക, പുതിയൊരു സ്റ്റാർ ഫോം ചെയ്യും. ഈ നെബുലയുടെ എന്താ പറയുക, കണ്ടൻസേഷൻ ആണല്ലോ അടിസ്ഥാനപരമായിട്ട് പിന്നീട് ഈ നെബുലയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാനും പുതിയ സ്റ്റാർ ഉണ്ടാവാനും കാരണം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഒരു സ്റ്റാറിൻ്റെ മരണം എന്തിലേക്ക് നയിക്കും, പുതിയൊരു സ്റ്റാറിൻ്റെ ജനനത്തിലേക്കും പലപ്പോഴും നയിക്കാറുണ്ട് എന്ന കാര്യം കൂട്ടുകാരെന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ വളരെ ഹൈ എമൗണ്ട് ഓഫ് എനർജിയിൽ എന്താണ് പൊട്ടിത്തെറിക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ, നമ്മൾ സാധാരണ ഇവയുടെ പൊട്ടിത്തെറിയുടെ സമയത്ത്, അല്ലെങ്കിൽ സാധാരണ റെഡ് ജയൻറ്റിൻ്റെ ഒരു മാറ്റത്തിൻ്റെ സമയത്ത് ഹീലിയം എന്ത് ചെയ്യും, അവസാനത്തെ സമയങ്ങളിൽ കാർബൺ ആകും. പക്ഷേ കാർബണിനെയൊക്കെ മാറ്റൽ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു അല്ലേ. എന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും, കാർബൺ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്യും, പിന്നെയും ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൂടുമ്പോൾ ഓക്സിജനായിട്ടും അയേണായിട്ടും കുറച്ചുകൂടി ഹെവി മെറ്റൽസ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഈ സൂപ്പർനോവ സ്ഫോടനങ്ങളും മറ്റും സംഭവിക്കുന്ന സമയത്ത് വെരി ഹെവി എമൗണ്ട് ഓഫ് എനർജിയും ഒരുപാട് ന്യൂട്രോൺസുമാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ ഹെവിയർ മെറ്റൽസ്, ഹെവിയർ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, ഉണ്ടാകും. അതായത് ഈ എനർജിയുടെ കാരണം യുറേനിയം പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഗോൾഡൊക്കെ പോലെയുള്ള മെറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കൂടി കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ കാര്യങ്ങളൊന്നുകൂടി എന്ത് ചെയ്യാം, പറയാം. ന്യൂട്രോൺ സ്റ്റാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ന്യൂട്രോൺ സ്റ്റാറുകൾ പൾസാറുകൾ എന്ന് പറയും അല്ലേ. ഹെവി എക്സ്പ്ലോഷൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ന്യൂട്രോൺ സ്റ്റാറുകൾ ഉണ്ടാകുന്നത്. അതായത് സൂപ്പർനോവ സംഭവിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യും, സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ നമ്മൾ, അതിശക്തമായ എക്സ്പ്ലോഷൻ ഉണ്ടായി അല്ലേ. ഈ എക്സ്പ്ലോഷനിലെ എനർജി നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോൺസിനെയും ഇലക്ട്രോൺസിനെയും എന്തിനു വേണ്ടി ഫോഴ്സ് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ന്യൂട്രോൺസ് ആയി മാറാൻ എന്ത് ചെയ്യും, അതിനെ ഫോഴ്സ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഈ ന്യൂട്രോൺ സ്റ്റാറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത്. ഈ ന്യൂട്രോൺ സ്റ്റാർ വളരെ ഡെൻസാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ വളരെ ഡെൻസ് ആയിട്ടുള്ളതാണ് ന്യൂട്രോൺ സ്റ്റാർ. ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ത് ചെയ്യുകയാണ്, ഈ ന്യൂട്രോൺ സ്റ്റാർ പിന്നീട് സർട്ടേൺ മാസിനപ്പുറത്തേക്കാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ നേരത്തെ വന്ന നക്ഷത്രം ഒരു സർട്ടേൺ മാസിനപ്പുറത്തേക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് ന്യൂട്രോൺ സ്റ്റാർ എന്ന ഘട്ടവും കഴിഞ്ഞിട്ട് അത് തമോഗർത്തമാക്കിയിട്ട് മാറും. എന്താണ്? തമോഗർത്തമായിട്ട് മാറും. എന്താണ് തമോഗർത്തം? തമോഗർത്തം എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ഹോൾ. അതായത് എന്താണ് ബ്ലാക്ക് ഹോളിൻ്റെ പ്രത്യേകത? അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഗ്രാവിറ്റി ഈസ് സോ ഹൈ ദാറ്റ് എന്ത് സംഭവിക്കുകയാണ്, അതിനെ ആ ഗ്രാവിറ്റിയിൽ നിന്ന് മറ്റൊന്നിനും വിട്ടുപോകാൻ സാധിക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ പൾസാർ എന്ന് പറയുന്നത് എന്താ? പൾസാർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഭയങ്കര ശക്തമായിട്ടുള്ള ഹൈലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്താണ്, ഒരു ന്യൂട്രോൺ സ്റ്റാറാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പൾസുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഈ ശക്തമായ കറക്കം കാരണം ബീംസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് പോളിൽ നിന്ന് ബീമുകളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പൾസ് പോലെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിനെ പൾസാർ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അതുകൊണ്ടാണ് അതിനെ പൾസാറുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിടയ്ക്ക് വെച്ച് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമോഗർത്തത്തിലേക്ക്, ബ്ലാക്ക് ഹോളുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ബ്ലാക്ക് ഹോൾസ് ആർ ലൈക്ക് എന്താണ്, അതൊരു ശരിക്കും ആ പേര് പോലെ ബ്ലാക്ക് ഹോൾ, അതിൻ്റെ ഉള്ളിൽ വീണാൽ എന്ത് ചെയ്യില്ല, ഒന്നും എന്ത് ചെയ്യില്ല, പുറമേക്ക് വരികയില്ല എന്ന കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാർ മനസ്സിലാക്കുക. സോ ബ്ലാക്ക് ഹോൾ റീജിയൻ സ്പേസ് ടൈം, നമ്മൾ സ്പേസ് ടൈമിൻ്റെ കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് സ്പേസ് ടൈം ഒരു ഫാബ്രിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തമോഗർത്തം അവിടെ ഉണ്ടായാൽ അത് എന്ത് ചെയ്യും, ഇത്രയും വലിയ രീതിയിലൊരു വ്യത്യാസത്തിലുണ്ടാക്കും. തമോഗർത്തം എന്ത് ചെയ്യും, അത്രയും ഡെൻസാണ്, ഇത്ര വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഇതിന് ചുറ്റുമുള്ള ഒന്നും എന്ത് ചെയ്യില്ല, അതിനുള്ളിലേക്ക് പോയാൽ പുറമേക്ക് രക്ഷപ്പെടില്ല, ഇൻക്ലൂഡിങ് എന്താണ്, ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ നമ്മളുടെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് PSCയിൽ വന്നൊരു ചോദ്യമായിരുന്നു. പെൻറോസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ഒപ്പം എന്താ പറയുക പഠനങ്ങൾ നടത്തിയ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞൻ പെൻറോസ്. അദ്ദേഹത്തിന് എന്തിനാണ് നൊബേൽ കിട്ടിയതെന്ന് പറഞ്ഞ ചോദ്യം 2 വർഷങ്ങൾക്ക് മുമ്പ് മറ്റേ ഉണ്ടായതല്ല, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോ മറ്റുണ്ടായിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയും പിന്നീടുള്ള പഠനങ്ങൾ ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നും നമ്മൾ കാണാത്ത രീതിയിലുള്ള ചില എന്താ പറയുക റേഡിയേഷൻസ് എന്താണ് പുറമേക്ക് പോകുന്നുണ്ട് എന്ന് മാത്തമാറ്റിക്കലി അവരെന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. അവർ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത്
ഇങ്ങനെ പലതും കമ്പയർ ചെയ്യുമല്ലോ. മാത്തമാറ്റിക്കലി അവർക്ക് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പുറത്ത് പോകുന്നുണ്ടെന്ന്. പക്ഷേ അതിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. സോ അടിസ്ഥാനപരമായി നമ്മൾ ഇപ്പോൾ എന്താണെന്നാ പറയുക, ബ്ലാക്ക് ഹോൾ ഈസ് എ റീജിയൻ ഓഫ് സ്പേസ് ടൈം വേർ ഗ്രാവിറ്റി ഈസ് സോ സ്ട്രോങ് ദാറ്റ് നത്തിങ് ക്യാൻ എസ്കേപ്പ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നത്തിങ് ഇൻക്ലൂഡിങ് ലൈറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്തോ ആയിക്കൊള്ളട്ടെ, ഒന്നിനും നത്തിങ് ഹാസ് ഇനഫ് എനർജി ടു എസ്കേപ്സ് ദിസ് ഗ്രാവിറ്റി പുൾ ഓഫ് എ ബ്ലാക്ക് ഹോൾ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഒരു വലിയൊരു നക്ഷത്രത്തിൻ്റെ കോറ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം തന്നിലേക്ക് തന്നെ, ആ വലിപ്പം കാരണം അത്രയും ഗ്രാവിറ്റി വരുന്നത് ഉള്ളിലേക്ക് കൊളാപ്സ് ആയി, പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ കമ്പൈൻ ചെയ്ത് ന്യൂട്രോണായി, ആ ന്യൂട്രോൺസ് കൂടി കൊളാപ്സ് ആയിട്ട് എന്താണ് അതിഭീകരമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു സിംഗുലാരിറ്റിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? ചന്ദ്രശേഖർ ലിമിറ്റ്. എന്താണ് ചന്ദ്രശേഖർ ലിമിറ്റ്? എന്താണ് ചന്ദ്രശേഖർ ലിമിറ്റ്? ദിസ് ഈസ് 1.44 ടൈംസ് ഓഫ് മാസ് ഓഫ് സൺ ആയാലാണ് എന്താകുന്നത്, ഇതുവരെ ആ നക്ഷത്രം വളരെ സമാധാനപരമായിട്ട് ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കും. നമ്മളുടെ സൂര്യനെയൊക്കെ പോലെ. മനസ്സിലാവുണ്ടോ? 1.44 ടൈംസ് ഓഫ് മാസ് ഓഫ് ദ സൺ വന്നാൽ വരെ വൈറ്റ് ഡ്വാർഫായിട്ട് അവസാനിക്കും. ഇതിനപ്പുറത്തേക്ക് ആ നക്ഷത്രം എന്തായി മാറും? അത് ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയിട്ട് മാറും. ഈ ലിമിറ്റിനെയാണ് ചന്ദ്രശേഖർ ലിമിറ്റ്, ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ കണ്ടുപിടിച്ചാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ലിമിറ്റ് കൂടിയുണ്ട്. അതാണ് ഇത് ടോൾമാൻ ഓപ്പൺഹൈമർ വോൾക്കോഫ് ലിമിറ്റ്, TOV ലിമിറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു ന്യൂട്രോൺ സ്റ്റാർ തമോഗർത്തമായി മാറണമെങ്കിൽ 1.5 to 3 എന്താ പറയുക സോളാർ മാസ് അതിനും മുകളിലാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രോൺ സ്റ്റാറിൽ നിൽക്കില്ല, അത് എന്തായിട്ട് മാറും? തമോഗർത്തമായിട്ട് മാറും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു വൈറ്റ് ഡ്വാർഫ് എന്നത് 1.44 വരെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അത് ന്യൂട്രോൺ സ്റ്റാറും തമോഗർത്തമായി മാറാം. ഇനി ബ്ലാക്ക് ഹോൾ ആവണം, തമോഗർത്തം ആകണമെന്നുണ്ടെങ്കിൽ, ന്യൂട്രോൺ സ്റ്റാറിൽ നിന്ന് തമോഗർത്തം ആകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ലിമിറ്റ് പറയുന്നത് എത്രയാണ്? 1.5 to 3 സോളാർ മാസിൻ്റെ ഒരു റേഞ്ച്. അതിനും അപ്പുറത്തേക്ക് മാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് തമോഗർത്തമായ ബ്ലാക്ക് ഹോൾ ആയിട്ടായിരിക്കും അതിൻ്റെ ജീവിതം അവസാനിക്കുക എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മളോട് പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഈ രീതിയിലാണ് ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കാം. ഇനി ഒരു കാര്യം നോട്ട് ഡൗൺ ചെയ്യുക നിങ്ങൾ. എന്താണ്? ചില ചെറിയ കാര്യങ്ങളാണ്. ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ സൺ ഓർ സോളാർ സിസ്റ്റം ഈസ് പ്രോക്സിമ സെഞ്ചുറി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? ഒരു വൈറ്റ് ഡ്വാർഫ് ആണ് എന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4.2 ലൈറ്റ് ഇയേഴ്സ് എവേയാണ് ഇതുള്ളത്. ഇനി ഇത് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ എർത്ത്സ് നൈറ്റ് സ്കൈ ഏതാണ്? സിറിയസ്, ഡോഗ് സ്റ്റാർ എന്ന് കൂടി അറിയപ്പെടുന്ന സിറിയസ് ആണ് ബ്രൈറ്റസ്റ്റ് സ്റ്റാർ. നമ്മളുടെ വേട്ടക്കാരെന്നൊക്കെ കൊണ്ട് കോൺസ്റ്റലേഷൻസ് ഇല്ലേ, അതിൽ വേട്ടക്കാരൻ്റെ ബെൽറ്റ് ഉണ്ട് അല്ലേ, 3 നക്ഷത്രമൂർത്തികൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന 3 നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ അതേ ഡയറക്ഷനിൽ വരച്ചു പോയാൽ അത് എവിടേക്കാണ്? ഈ സിറിയസ് സ്റ്റാറിനെ നമുക്ക് അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ വേട്ടക്കാരൻ്റെ ഈ ബെൽറ്റ് എന്ത് ചെയ്യുന്നത്, ആരോ, അതിലൊരു ചേർത്തൊരു ആരോ വരച്ചാൽ അത് സിറിയസ് സ്റ്റാറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഇത് സിറിയസ് ഡോഗ് സ്റ്റാർ. ഇനി നക്ഷത്രങ്ങളുടെ ടെമ്പറേച്ചർ അനുസരിച്ചുള്ള എന്താണ് നിറങ്ങൾ. ഇത് ഒരിക്കലും SSC പോലുള്ള എക്സാമുകളിലൊക്കെ പണ്ടുള്ള സ്ഥിരം ചോദ്യമായിരുന്നു. എന്താണത്? നമ്മളെപ്പോഴും വിചാരിക്കും റെഡ് ഹോട്ട് എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കും എന്താണ്, റെഡ് കളറാണ് ഏറ്റവും ഭയങ്കര ടെമ്പറേച്ചർ. അങ്ങനെയല്ല. ടെമ്പറേച്ചർ റേഞ്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ആളാണ് റെഡാണ്. റെഡ് ഏതാണ്ട് 3000 ഡിഗ്രി റെഡാവും. പിന്നീട് ഓറഞ്ച് കളറ് 4500 ഡിഗ്രി വരെ പോവും. 6000 ഡിഗ്രി ആകുമ്പോൾ അത് യെല്ലോയിലേക്ക് പോവുകയും 10,000 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് വൈറ്റ് ആവുകയും നമുക്കുള്ളതിലെ 40,000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് ബ്ലൂ വൈറ്റ് മിക്സ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും ചൂട് എന്ന് പറയുന്നത് ഏതാണ്? ബ്ലൂ കളറിനാണ് എന്ന്. ബ്ലൂ കളറിലായിരിക്കും ആ നക്ഷത്രത്തിന് നമുക്ക് കാണാനായിട്ട് കാണുക എന്ന് എന്ത് ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ പറഞ്ഞ ഹോൾ എന്താ പറയുക നക്ഷത്രത്തിൻ്റെ ആ ഒരു ലൈഫ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിക്ചറായി കൊടുത്തിട്ടുണ്ട്. ഞാൻ PMF IASൻ്റെ ഒരു സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പിക്ചറാണത്. വളരെ ഭംഗിയായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഓരോന്ന്. ഇതിന് മുമ്പുള്ള നമ്മുടെ ക്ലാസ്സിൽ വേറൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു പിക്ചർ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് സ്റ്റെല്ലാർ റെവല്യൂഷൻ്റെ ഒരു പിക്ചർ എടുത്തു എന്നുള്ളൂ. ഇതാണ് ഇത് ഫസ്റ്റ് നെബുല. നെബുലയിൽ നിന്നാണ് പ്രോട്ടോസ്റ്റാർ ഉണ്ടാകുന്നു. സ്മോൾ സ്റ്റാർ, സൂര്യനെ പോലെ സ്മോൾ സ്റ്റാർ ആകാം, അല്ലെങ്കിൽ എന്താകാം ലാർജ് സ്റ്റാർ ആകാം. ലാർജ് സ്റ്റാർ ആണെങ്കിൽ റെഡ് സൂപ്പർ ജയൻ്റ് ആകും, അല്ലെങ്കിൽ അത് റെഡ് ജയൻ്റ് ആകും. റെഡ് ജയൻ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ സമാധാനപരമായിട്ട് വൺസ് ദ സ്റ്റാർ റൺസ് ഔട്ട് ഓഫ് ഫ്യൂവൽ ഇറ്റ് കൊളാപ്സസ് അണ്ടർ ഗ്രാവിറ്റി ആൻഡ് ദ ഔട്ടർ ലെയർ ആർ റിജക്റ്റഡ് ഇൻ ടു വാസ്റ്റ്നെസ് ഓഫ് സ്പേസ്. അല്ലേ? എപ്പോഴും എന്ത് സംഭവിക്കും? ഒരു കൊളാപ്സ് നടക്കും, പക്ഷേ സമാധാനപരമായിട്ട് ഗ്രാവിറ്റിയുടെ ഫ്യൂഷൻ എപ്പോഴും എന്താ, സൂര്യനെ നിലനിർത്തുന്നത് എന്താണ്?
കോറിൽ ഇപ്പോൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫ്യൂഷൻ നടക്കുന്ന കാരണം എന്താണ്? എനർജി എന്താണ്? പുറമേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ആയി നിൽക്കുന്നുണ്ട്. ഈ ഫ്യൂഷൻ എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ എന്ത് ചെയ്യും? ഈ പുറമേക്കുള്ള ഈ എന്താ പറയുക ഇങ്ങനെ തള്ളി നിൽക്കുന്നത് പകരം എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കോർ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലേക്കുള്ള ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഫ്യൂഷൻ എന്ന് പറയുന്നത് എനർജി പുറമേക്ക് കൊടുക്കുന്ന ഈ ഫോഴ്സും തമ്മിലുള്ള ബാലൻസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാർ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഫ്യൂഷൻ നിന്നാൽ എന്ത് സംഭവിക്കും? ഈ ഗ്രാവിറ്റി ഇതിനെ ഓവർകം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എല്ലാം കൂടി ഉള്ളിലേക്ക് കൊളാപ്സ് ആകും. മനസ്സിലാവുന്നുണ്ടോ? ഈ കൊളാപ്സ് നടക്കുന്ന ജസ്റ്റ് പുറമേയുള്ള എന്താ പറയുക, അപ്പോൾ പുറമേ ഉള്ള കുറേ സാധനങ്ങൾ ബാക്കിയാവുമല്ലോ, ഇവിടെ വിട്ടുപോകുമല്ലോ. അപ്പോൾ അതാണ് ഇത് ഡസ്റ്റ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്കെ. ഈ പുറമേക്ക് പോകുന്ന സാധനമാണ് ഇത് ഈ പ്ലാനറ്ററി നെബുലയായിട്ട് സാധാരണത്തിൽ പോകുന്നത്. പക്ഷേ വലിയ നക്ഷത്രങ്ങൾ റെഡ് സൂപ്പർ ജയൻറ്റുകളാണെങ്കിൽ എന്താവും? ദേ വിൽ ട്രിഗർ സൂപ്പർനോവ. 2 ടൈപ്പ് സൂപ്പർനോവകളുണ്ട് കേട്ടോ. അതായത് സൂപ്പർനോവ 1 അല്ലെങ്കിൽ 1A സൂപ്പർനോവ 2 ഉണ്ട്. അതായത് ചില സമയങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങൾ കാരണം ഈ ഫ്യൂഷൻ അവസാനിച്ചെന്ന് പറഞ്ഞില്ലേ, ആ അവസാനിച്ച ഫ്യൂഷൻ ചിലപ്പോൾ ഇഗ്നൈറ്റ് ചെയ്യപ്പെടും. എന്ത് ചെയ്യപ്പെടും? ഇഗ്നിഷൻ ഓഫ് ദ ന്യൂക്ലിയർ ഫ്യൂഷൻ ചിലപ്പോൾ നടക്കും. ഡീജനറേറ്റ് ആയിട്ടുള്ള സ്ഥലം നമ്മൾ ഡീജനറേറ്റ് ആവുന്നതൊക്കെ പറഞ്ഞില്ലേ. അതായത് എന്താണ്? ന്യൂട്രോണുകൾ ഉൾപ്പെടെ എന്താണ് ഇതാക്കിപ്പെട്ടു. ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ എന്താണ് ന്യൂക്ലിയസിലേക്ക് എത്തിയിട്ട് എന്താ പറയുക, അവിടെ ആയിട്ട് വളരെയധികം കുറവ് സ്പേസ് എടുത്തുകൊണ്ട് ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിലൊരു റീഇഗ്നിഷൻ നടക്കും. അതെന്ത് ചെയ്യും? അത് വലിയൊരു എനർജി എക്സ്പാൻഷനിലേക്കും പൊട്ടിത്തെറിലേക്കും നയിക്കും. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് നടക്കും. കംപ്ലീറ്റ് ആയിട്ടുള്ള കോറിൻ്റെ എന്താണ് ഒരു മാസീവ് സ്റ്റാറിൻ്റെ കൊളാപ്സ് നടക്കും. ഇത് രണ്ടും സൂപ്പർനോവ എക്സ്പ്ലോഷനിലേക്ക് നയിക്കും. സൂപ്പർനോവ എക്സ്പ്ലോഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ന്യൂട്രോൺ സ്റ്റാർ ആയിട്ടോ അല്ലെങ്കിൽ അതിലും വലിയ മാസ് ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ഹോൾ ആയിട്ടോ മാറാൻ സാധ്യതയുണ്ട്. അല്ല സാധാരണ ഇതിലൊരു പ്ലാനറ്ററി നെബുല ഔട്ടർ ലെയർ തന്നെ അങ്ങ് കളഞ്ഞ് സാധാരണ ഒരു കൊളാപ്സ് ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താവും? ഒരു വൈറ്റ് ഡ്വാർഫായിട്ട് അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കും. മനസ്സിലായില്ലേ കൂട്ടുകാരെ? അപ്പോൾ എന്താ പറയുക, നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നക്ഷത്രങ്ങളുടെ ജീവിതത്തിനെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടത്. വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സോളാർ സിസ്റ്റത്തിനെക്കുറിച്ച് കൃത്യമായി നമ്മുടെ സിലബസിൽ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുള്ള ഭാഗങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? പക്ഷേ അത് നിങ്ങൾക്ക് ഓരോന്നും ഉണ്ടായ കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക് കാര്യങ്ങൾ അറിയണം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ചില സമയത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. അവർ സിലബസിൽ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ സോളാർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബാധിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആവാം അല്ലേ? ഇപ്പോൾ സൂര്യനെ പഠിക്കണമല്ലോ സോളാർ സിസ്റ്റത്തിൽ, അപ്പോൾ അതൊരു നക്ഷത്രമാണല്ലോ. അപ്പോൾ നക്ഷത്രത്തിനെ കുറിച്ച് അറിയണമല്ലോ നമ്മൾ. അപ്പോൾ ഇവ ഇവ ഔട്ട് ഓഫ് സിലബസോ പഠിക്കേണ്ടതോ അല്ല കാര്യങ്ങളല്ല. ഇവയിലെ പല ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടാം.